അയച്ചതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. ഒന്നുമില്ലായ്കയിൽ നിന്നെ നിന്നോടെ ഛായയിൽ സൃഷ്ടിച്ചു, നിത്യമായി സ്നേഹിച്ച തൻ്റെ പുത്രനെ താന്തുര നിൻ മഹാ കൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നോ, നിൻ മഹാ കൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നോ, നിൻ മഹാ കൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നോ, നിൻ മഹാ കൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പകലിനെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. വേദിയിലായിരിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ടദാസൻ പ്രിയ പാസ്റ്റർ കോശി അവറുകൾ ഇന്ന് പകലത്തെയും രാത്രിയിലത്തെയും ദൈവവചന ശുശ്രൂഷയ്ക്കായി ദൈവസഭയുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്ന കർത്താവിൻ്റെ വിലപ്പെട്ടദാസൻ പാസ്റ്റർ രജീഷ് അവറുകൾക്കായി സ്തോത്രം. ബഹുമാന്യരുമാതിരമായ എല്ലാ വാത്സല്യ പിതാക്കന്മാർ, മാതാക്കൾ, സഹോദരങ്ങൾ, കുഞ്ഞുങ്ങൾ, നിങ്ങൾക്കെല്ലാവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമേറിയ നാമത്തിലുള്ള എളിവൻ്റെ സ്നേഹത്തെയും വന്ദനത്തെയും ഇന്ന് ഈ പകൽ അറിയിക്കുന്നു. കഴിഞ്ഞ രാത്രി കർത്താവിൻ്റെ ദാസനെ നമ്മുടെ മധ്യയെ അയച്ച് വിലപ്പെട്ട ദൈവിക ആലോചനകൾ ദൈവാത്മാവ് നമ്മുടെ മധ്യയെ കൈമാറി ദൈവത്തിൻ്റെ ഇഷ്ടം അറിഞ്ഞ് പ്രവർത്തിക്കുന്നവരായി, ദൈവത്തിൻ്റെ ഹിതം ചെയ്യുന്നവരായി തീരണമെന്ന് ഇന്നലെ രാത്രി വളരെ വ്യക്തവും സ്പഷ്ടവുമായി ആഴമേറിയ ദൈവിക സന്ദേശം കർത്താവ് നമ്മുടെ മേൽ കൈമാറി. ഇന്ന് പകലും വളരെ പ്രാർത്ഥനയോടെ തികഞ്ഞ ദൈവാശ്രയബോധത്തോടെ നമുക്ക് തുടർന്നുള്ള സമയങ്ങൾ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. കർത്താവേ, എന്നോട് ഹൃദയമായി ഇടപെടണമേ, എന്നോട് സംസാരിക്കണമേ എന്നുള്ള ഹൃദയമായ പ്രാർത്ഥനയോടെ നാം ദൈവസന്നിധിയിലായിരിക്കുമെങ്കിൽ ഇന്ന് പകലും ഇന്ന് രാത്രിയിലും കർത്താവ് നമ്മോട് ഇടപെടും. ആര് പ്രസംഗിക്കുന്നു എന്നുള്ളതല്ല, ആഗ്രഹിക്കുന്ന ഉള്ളങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ കരം ഈ രാത്രി ഇന്ന് പകൽ നമ്മുടെ മധ്യയുണ്ട്. ആ കർത്താവിൻ്റെ തിരുമുഖത്തേക്ക് നോക്കാം. ഇന്ന് പകലത്തെയും രാത്രിത്തെയും ദൈവവചന ശുശ്രൂഷയ്ക്കായി കടന്നു വന്ന കർത്താവിൻ്റെ ദാസനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അസംബ്ലീസ് ഓഫ് ഗോഡ് കാട്ടാക്കട സെക്ഷൻ്റെ പ്രസ്ബിറ്ററായി സേവനമനുഷ്ഠിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ രജീഷ് അവറുകൾക്കായി സ്തോത്രം ചെയ്യുന്നു. തുടർന്നുള്ള സമയം വളരെ പ്രാർത്ഥനയോടെ വളരെ പ്രതീക്ഷയോടെ നാം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ തുടർന്നുള്ള ദൈവവചന ശുശ്രൂഷയ്ക്കായി കർത്താവിൻ്റെ ദാസനെ ക്ഷണിക്കുന്നു. പ്രാർത്ഥനയോടെ ദൈവവചനം ശ്രവിക്കാമല്ലോ. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ പകൽ വാഴ്ത്തപ്പെട്ടുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളുടെ നടുവിൽ നിൽക്കുവാൻ കർത്താവ് എനിക്ക് നൽകിയ നല്ല അവസരങ്ങളെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. പ്രത്യേകാൽ ഈ സ്ഥലം സഭയുടെയും PMG ചർച്ചിൻ്റെ കേരള സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന കർത്താവിൻ്റെ ദാസൻ, വളരെ സീനിയർ മോസ്റ്റായിട്ടുള്ള കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ കോശി അവറുകൾ, ഞാൻ ക്രിസ്തുവിലേറെ എൻ്റെ ഒരു സഹോദര തുല്യം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജോബിൻ അവറുകൾ, കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുൻപ് ഞങ്ങളുടെ സഭയിൽ കർത്താവിൻ്റെ ദാസൻ കടന്നു വരികയും വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ കൃപാവര ശുശ്രൂഷകളോടുകൂടി ഈ കാലഘട്ടത്തിൽ ദൈവം ഉപയോഗിക്കുന്ന അഭിഷക്തനെ ഓർത്തും കർത്താവിന് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കൾ, സഹോദരങ്ങൾ, സഹോദരിമാർ, എൻ്റെ ജ്യേഷ്ഠതുല്യം ഞാൻ ഏറെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന വാത്സല്യ ഷാജിയണ്ണൻ, മറ്റു പ്രിയപ്പെട്ടവർ, നിങ്ങൾക്കെല്ലാവർക്കും കർത്താവിൽ എൻ്റെ ഹൃദയം നിറഞ്ഞ വന്ദനത്തെ ഈ പകൽ അറിയിക്കുന്നു. അല്പസമയം വളരെ പ്രാർത്ഥനയോടും പ്രതീക്ഷയോടും കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്കായിരിക്കാം. ദൈവത്തിൻ്റെ ദാസൻ ഓർപ്പിച്ചതുപോലെ ആര് ശുശ്രൂഷിക്കുന്നു എന്നുള്ളതല്ല, ഇന്ന് പകൽ സ്വർഗം നമ്മോട് ഇടപെടും. എത്ര പേർ അത് വിശ്വസിക്കുന്നു? ദൈവം എന്നോട് ഇടപെടും.
ദൈവം എന്നോട് സംസാരിക്കും. ശുശ്രൂഷിക്കുന്നവർക്ക് അവർ ഇറങ്ങിയ കാലം വെച്ച് നോക്കിയാൽ ഒത്തിരി പരിചയ സമ്പത്തുകൾ കാണും. പക്ഷെ ഇന്ന് പകലിൽ ദൈവത്തോട് പറയണം, ദൈവമേ, അവരുടെ എക്സ്പീരിയൻസിൻ്റെ ദൂതല്ല എനിക്ക് വേണ്ടത്, അവരുടെ എക്സ്പീരിയൻസിൽ നിന്നുള്ള പ്രസംഗമല്ല എനിക്ക് വേണ്ടത്. എനിക്കിന്ന് പകൽ വേണ്ടത് ഉയരത്തിൽ നിന്നാണ്, മനുഷ്യനിൽ നിന്നല്ല, വ്യക്തികളിൽ നിന്നല്ല, പഠനത്തിൽ നിന്നുള്ള ദൂതല്ല, കേട്ടറിവിൽ നിന്നുള്ള ദൂതല്ല. ആമേൻ. പൗലോസ് പറഞ്ഞതുപോലെ ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിച്ചത് എന്ന് പറയുന്നത് പോലെ ദൈവത്തോട് പറയണം, ദൈവമേ, പ്രാപിച്ച ചിലത് ഇന്ന് വിളമ്പാൻ അവിടുന്ന് സഹായിക്കണമേ. ആ നിറഞ്ഞ പ്രാർത്ഥനയോടെ ദൈവ സാന്നിധ്യത്തോടെ ഇന്ന് പകൽ കർത്താവിൻ്റെ പാദപീഠത്തിൽ നമുക്കായിരിക്കാമല്ലോ. നമുക്കെല്ലാവർക്കും വളരെ പരിചയമുള്ള ഒരു തിരുവെഴുത്തിലേക്ക് ഇന്ന് പകൽ നമ്മുടെ ചിന്തയെ കൊണ്ടുവരാം. സദൃശവാക്യങ്ങളുടെ പുസ്തകം 19-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യം. സദൃശവാക്യങ്ങളുടെ പുസ്തകം 19-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യം. മനുഷ്യൻ്റെ ഹൃദയത്തിൽ പല വിചാരങ്ങളുമുണ്ട്, ഒരു നിമിഷം എല്ലാ തലകളും ദൈവസന്നിധിയിൽ വണങ്ങിയാൽ. നമ്മുടെ കണ്ണുകളടയ്ക്കാൻ നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. മനുഷ്യൻ്റെ ഹൃദയത്തിൽ പല വിചാരങ്ങളുമുണ്ട്, യഹോവയുടെ ആലോചനയോ നിവൃത്തിയാകും. ഈ വാക്യത്തിന് എന്നോട് ചേർന്ന് ആമേൻ പറയാൻ ദൈവകൃപ പ്രാപിച്ച എത്ര ദൈവമക്കൾ ഇതിനകത്തുണ്ട്. ഇന്ന് പകൽ എൻ്റെ മേലോ, എൻ്റെ തലമുറയുടെ മേലോ, എൻ്റെ കുടുംബത്തിന്മേലോ, എൻ്റെ ശുശ്രൂഷയുടെ മേലോ, എൻ്റെ ബിസിനസ്സിൻ്റെ മേലോ, എൻ്റെ ഉപജീവനത്തിൻ്റെ മേലോ, എൻ്റെ കുടുംബജീവിതത്തിന്മേലോ എന്തെങ്കിലും നടക്കാൻ പോകുന്നെങ്കിൽ അതെൻ്റെ ഇഷ്ടമല്ല, അത് ദൈവത്തിൻ്റെ ഇഷ്ടമായിരിക്കും. അത് മനുഷ്യൻ്റെ പദ്ധതിയല്ല, ദൈവത്തിൻ്റെ പദ്ധതിയായിരിക്കും. അത് പിശാചിൻ്റെ ഹിതമല്ല, എന്നെ വിളിച്ചവൻ്റെ ഹിതമായിരിക്കും. ഇന്ന് പകൽ അത് വിശ്വസിക്കുന്നവരെല്ലാ ധരങ്ങളും തുറന്ന് ചില മിനിറ്റുകൾ ആത്മാവിൽ അന്യഭാഷകളിൽ കർത്താവിനെ സ്തുതിച്ചാരാധിച്ചാട്ട് പറ, എൻ്റെ ഇഷ്ടം വേണ്ട, എൻ്റെ ഇഷ്ടം വേണ്ട, എൻ്റെ ഹിതം വേണ്ട, എൻ്റെ പദ്ധതി വേണ്ട, എൻ്റെ ബുദ്ധിയിൽ ഞാൻ ചിന്തിച്ചത് വേണ്ട, ഞാൻ വിചാരിച്ചത് വേണ്ട. ഇന്ന് പകൽ കർത്താവേ, അവിടുത്തെ ഹിതം എന്തെന്ന് എന്നെ അറിയിക്കണമേ, അവിടുത്തെ പദ്ധതി എന്തെന്ന് എന്നെ അറിയിക്കണമേ, അവിടുത്തെ ആലോചന എന്തെന്ന് എന്നെ അറിയിക്കണമേ, അവിടുത്തേതായ ആമേൻ ഹിതം എന്തെന്ന് എന്നെ അറിയിക്കണമേ. എൻ്റെ ഇഷ്ടങ്ങളൊന്നുമല്ല, എന്നെ വിളിച്ചവൻ്റെ ഇഷ്ടങ്ങൾ. ഏത് പ്രതിസന്ധി ഉണ്ടെങ്കിലും, ഏത് വെല്ലുവിളി ഉണ്ടെങ്കിലും, ഏത് പോരാട്ടത്തിൻ്റെ നടുവിലാണെങ്കിലും അതിൻ്റെ മധ്യത്തിൽ എന്നെ വിളിച്ചവൻ്റെ പദ്ധതി എൻ്റെ മേൽ നിവർത്തിക്കപ്പെടാൻ പോകുന്നതിനായി സ്തോത്രമെന്ന് പറയാൻ അകക്കണ്ണ് പ്രകാശിച്ച ദൈവമക്കൾ ഇതിനകത്തുണ്ടെങ്കിൽ ആത്മാവിൽ അധരങ്ങളെ തുറന്ന് അല്പസമയം ദൈവത്തിന് സ്തോത്രം പറഞ്ഞ് ആരാധിക്കാം. ഹുഡവരവന ശംദരാധ രക്ഷസിയാദര അടകരഗദല ശംദരാധ രക്ഷസിയാദര അടകരഗദന ശംധുരാധന രംശരാധന. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ, 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 യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ രാവിലെ ഞങ്ങൾ അവിടുത്തെ സന്നിധിയിൽ അടുത്ത് വരുന്നു. അങ്ങിൽ വളരെ പ്രതീക്ഷയോടും അങ്ങിൽ മാത്രം വിശ്വാസം അർപ്പിച്ചുകൊണ്ടും ഈ പകൽ അവിടുത്തെ പാദപീഠത്തിൽ അവിടുത്തെ പ്രവർത്തിക്ക് വേണ്ടി, ഒരു ദൈവ പ്രവർത്തിക്ക് വേണ്ടി മുഴങ്കാലും അടക്കിയ ഈ ജനത്തിനു വേണ്ടി അടിയും പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽ ഇവരോട് പരിശുദ്ധാത്മാവ് സംസാരിക്കണമേ. ഞങ്ങളെല്ലാവരോടും ആത്മാവ് അവിടെ നിന്ന് ഇടപെടണമേ. സഭയോട് അവിടുന്ന് സംസാരിക്കണമേ. അഭിഷക്തന്മാരോട് ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്നലെ ഞങ്ങൾ ഒത്തിരി ദൈവശബ്ദം കേട്ടവരാണ്. ഇന്നലെ വരെ ഞങ്ങൾ ഒത്തിരി പ്രസംഗങ്ങൾ കേട്ടവരാണ്. ആമേൻ. പ്രവചന ശബ്ദങ്ങൾ കേട്ടവരാണ്. പല നിലകളിൽ വിടുതൽ ഞങ്ങൾ അനുഭവിച്ചവരാണ്. എന്നാൽ ഇന്നലെ വരെ ഞങ്ങൾ അനുഭവിച്ചതിൽ നിന്നും വ്യത്യസ്തമായി, ഇന്നലെ വരെ ഞങ്ങൾ കേട്ടതിൽ നിന്നും വ്യത്യസ്തമായി, ഇന്നലെ വരെ ഞങ്ങൾ രുചിച്ചതിൽ നിന്നും വ്യത്യസ്തമായി ഇന്ന് പകൽ അവിടുത്തെ
അവിടുത്തെ സാന്നിധ്യം ഒന്ന് രുചിക്കാൻ, അവിടുത്തെ ശബ്ദമൊന്ന് കേൾക്കാൻ, അവിടുത്തെ പ്രവൃത്തികൾ ഞങ്ങൾക്കൊന്ന് അനുഭവിപ്പാൻ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ഈ ജനത്തോട് അവിടുന്ന് മനസ്സലിയണമേ. ഇവരുടെ വിടുതലുകളെ തടയുന്ന, ഇവരുടെ നന്മകളെ തടയുന്ന, വാഗ്ദത്തങ്ങളെ തടയുന്ന, ആമേൻ, മുൻപിലുള്ള വഴികളെ അടച്ചു നിൽക്കുന്ന ഏതെങ്കിലും ഇരുട്ടിൻ്റെ ശക്തികൾ ഇന്ന് പകലിൽ നേരത്തെ ആ പിതാവ് പ്രാർത്ഥിച്ചതുപോലെ ആമേൻ രഹസ്യത്തിൽ മറഞ്ഞിരിക്കുന്നതുണ്ടെങ്കിൽ ഇന്ന് പകൽ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ആത്മാവിൻ്റെ ശക്തിയാൽ അത് പുറത്തു വരാൻ അധികാരത്തോടെ ഞങ്ങൾ കൽപ്പിക്കുകയാണ്. വചനത്തിൻ്റെ ശക്തി ഇതിനകത്ത് വെളിപ്പെടട്ടെ, ആത്മാവിൻ്റെ തീ ഇതിനകത്ത് ഇറങ്ങട്ടെ, അഭിഷേകത്തിൻ്റെ തീ ഇതിനകത്ത് വെളിപ്പെടട്ടെ. പെന്തക്കോസ്ത് നാളിൽ വെളിപ്പെട്ട പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി നിന്റെ ജനം അനുഭവിക്കുന്ന ആമേൻ പിരിമുറുക്കങ്ങളുടെ മധ്യത്ത് അത് ശക്തിയോടെ, അത് കൊടിയ കാറ്റായി ഇന്ന് പകൽ വെളിപ്പെട്ടു വരുന്ന അവിടുത്തെ ദൈവ കൃപയ്ക്കായി ഞങ്ങളങ്ങ് സ്തുതിക്കുകയാണ്. അടിയനെയും അവിടുത്തെ ക്രൂശിന്റെ ചുവട്ടിൽ താഴ്ത്തുന്നു, അവിടുത്തെ ഹിതത്തിനായി ഏൽപ്പിക്കുന്നു, അവിടുത്തെ പദ്ധതിക്കായി ഞങ്ങളെ സമർപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഒരു നല്ല ലിലി പറഞ്ഞാട്ട് വളരെ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ ഇന്ന് പകൽ കർത്താവിൻ്റെ പാദപീഠത്തിൽ നമുക്കായിരിക്കാമല്ലോ. ആമേൻ. നമ്മൾ അനവധി പ്രാവശ്യം വായിച്ചിട്ടുള്ള ആമേൻ ഒരു വാക്യമാണ് ഇന്ന് പകൽ നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായി പരിശുദ്ധാത്മാവ് നൽകിയിരിക്കുന്നത്. 21-ാം വാക്യം സദൃശ്യം 19:21 നാം വായിച്ചത്. അവിടെ എഴുതിയിരിക്കുന്നു, മനുഷ്യൻ്റെ ഹൃദയത്തിൽ പല വിചാരങ്ങളും ഉണ്ട്, യഹോവയുടെ ആലോചനയോ നിവർത്തിയാകും. എത്ര പേർ ചേർന്ന് ആമേൻ പറയും? ആമേൻ. ഇന്ന് പകൽ സ്തോത്രം, എൻ്റെ മേൽ മനുഷ്യൻ്റെതല്ല ദൈവത്തിൻ്റെ പദ്ധതി നിവർത്തിയാകും എന്നെത്ര പേർ വിശ്വസിക്കുന്നു? ഇതിനകത്ത് വിചാരമുള്ളവരാണ് അനവധി പേർ. വിചാരമുള്ളത് കൊണ്ടാണ് ഇന്ന് രാവിലെ ഇതിനകത്ത് വന്നത്. വിചാരമില്ലാത്തവർക്ക് ഇതിനകത്ത് വരാൻ പറ്റില്ല. നാളുകളെക്കുറിച്ച് ചിന്തയില്ലാത്തവർക്ക് ഇതിനകത്ത് വരാൻ പറ്റില്ല. ഇതിനകത്ത് നല്ല ദൈവത്തെ പോലും ആരാധിക്കാൻ പറ്റത്തില്ല. സ്തോത്രം. ആമേൻ. ഒന്നുമില്ലെങ്കിലും ആമേൻ സ്തോത്രം, ഒരു വിടുതലെങ്കിലും ആമേൻ എനിക്ക് വേണം എന്ന് ചിന്തിക്കാത്തവരാരും ഇതിനകത്ത് വന്നിട്ടില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആമേൻ. ചില ദൈവമക്കൾ ആമേൻ നാളുകളിലുള്ള ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്നവർ അല്ലേ, സ്തോത്രം, ആ നിത്യതയെ ദിവ്യ ദർശനമായി കണ്ടുവന്നവർ ഇതിനകത്ത് കണ്ടേക്കാം. സ്തോത്രം. പല നിലകളിൽ പല വിചാരങ്ങളോടുകൂടെയാണ് ഇന്ന് രാവിലെ ഇതിനകത്തിരിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. പക്ഷെ വചനം പറയുന്നു, നീ എന്ത് വിചാരിച്ചാലും നീ സേവിക്കുന്ന ദൈവത്തിന്, നിങ്ങൾ ആരാധിക്കുന്ന കർത്താവിന് അതൊരു വിഷയമല്ല. പരിശുദ്ധാത്മാ പറയുന്നു, നിങ്ങൾക്ക് എന്തു വേണോ ചിന്തിക്കാം, പക്ഷേ എൻ്റേതല്ലാത്തതൊന്നും രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വിശുദ്ധിയോടെ ജീവിക്കുന്ന ഒരു ദൈവവൈതൻ്റെ ജീവിതത്തിൽ എൻ്റേതല്ലാത്തതൊന്നും നടക്കത്തില്ലെന്ന് ആത്മാവ് ഇന്ന് പകലിൽ ഇവിടെ നിന്ന് പ്രഖ്യാപിക്കുമ്പോൾ അത് എന്നോടുള്ള ദൈവത്തിൻ്റെ ശബ്ദമെന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അത് കുടുംബത്തിലാകാം, അത് തലമുറയോടുള്ള ബന്ധത്തിലാകാം, അത് ശുശ്രൂഷയോടുള്ള ബന്ധത്തിലാകാം, അത് സ്തോത്ര തലമുറയുടെ ഭാവിയോടുള്ള ബന്ധത്തിലാകാം, അത് ഏത് മേഖലയിലാണെങ്കിലും ഇന്ന് പകൽ വിളിച്ചു പറ, ദൈവത്തിന്റെ പദ്ധതിയല്ലാതെ മറ്റൊന്ന് എന്റെ മേൽ നടക്കത്തില്ലെന്ന് വിശ്വസിക്കുന്നവർ അധരങ്ങളെ തുറക്കൂ. ഒത്തിരി താഴ്ചകളിലൂടെ സഞ്ചരിക്കുന്നവരും സഞ്ചരിച്ചിട്ടുള്ളവരും ഇതിനകത്തുണ്ട്. ഒത്തിരി പരാജയങ്ങൾ അനുഭവിച്ചവർ ഇതിനകത്തുണ്ട്.
ഒരുപക്ഷെ ചില വിഷയങ്ങളിൽ ഇന്നും പരാജയത്തോടെ നീങ്ങുന്നവർ ഇതിനകത്തുണ്ട്. സ്തോത്രം. രോഗികളായി വന്നവർ ഇതിനകത്ത് കണ്ടേക്കാം. എന്നാൽ വലിയ രോഗങ്ങളിൽ നിന്ന് എന്നേക്കുമുള്ള നിത്യമായ സൗഖ്യം പ്രാപിച്ചവർ ഇതിനകത്ത് കണ്ടേക്കാം. പല നിലകളിൽ ദൈവിക ഇടപെടലുകൾ അനുഭവിച്ചവരാണ് ഇതിനകത്തിരിക്കുന്നതെന്ന് ഞാൻ ആത്മാവിൽ തിരിച്ചറിയുകയാണ്. ആമേൻ. സ്തോത്രം. താഴ്ചയാണെങ്കിലും ഉയർച്ചയാണെങ്കിലും, അത് വീഴ്ചയാണെങ്കിലും, ആമേൻ, അത് നന്മയാണെങ്കിലും അത് തിന്മയാണെങ്കിലും, അത് സുഖമാണെങ്കിലും ദുഃഖമാണെങ്കിലും, ഇന്ന് പകൽ എത്ര പേർക്ക് ഉറപ്പായ വിശ്വാസമുണ്ട് ഇതുവരെ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ മേലുള്ള ദൈവത്തിൻ്റെ പദ്ധതി അല്ലാതെ ഒന്നും നടന്നിട്ടില്ല, മറ്റൊന്നും നടക്കാൻ ദൈവം അനുവദിച്ചിട്ടില്ല. അത് അനുവദിക്കാത്ത ദൈവം ഇനി മറ്റൊരു പദ്ധതിയും എൻ്റെ മേൽ നടപ്പിലാകാൻ എൻ്റെ സ്വർഗം അനുവദിക്കത്തില്ലെന്ന് ഉറപ്പുള്ളവർ ഇതിനകത്തുണ്ടെങ്കിൽ ആത്മാവിൽ സ്തോത്രം പറയൂ. എൻ്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ. ഓ എൻ്റെ ഇഷ്ടം അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണ. 25% 10% 75% ആമേൻ. അകത്ത് ദൈവകൃപയുള്ള മനുഷ്യൻ പറയും 100% എൻ്റെതല്ല, അവിടത്തത്. അത് മതിയെന്ന് സമ്മതിക്കാൻ ഇതിനകത്ത് എത്ര പേരുണ്ട്? അതെ. സ്തോത്രം. അപ്പൊ തന്നെ ദൈവത്തിന്റെ വചനം പറയുന്നു, തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹം യഹോവ സാധിപ്പിക്കും. സ്തോത്രം. അത് ദൈവം സാധിപ്പിച്ച് തരണമെന്നാണ് എൻ്റെ ആവശ്യം. അത് സാധിപ്പിക്കണമെന്ന ജോൺ പാസ്റ്ററുടെ ആവശ്യം. അത് സാധിപ്പിക്കണമെന്ന നിങ്ങളുടെ ആഗ്രഹം. പക്ഷെ ഇന്ന് പകൽ ഞാൻ പറയുന്നത്, എനിക്കെന്തെങ്കിലുമൊക്കെ ചില ആഗ്രഹങ്ങളുണ്ടെങ്കിൽ അതെൻ്റെ ജഡസംബന്ധമായിട്ടും കൂടെ അതിനകത്ത് ഒരു ചെറിയ സ്വാധീനത ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ദൈവമേ, എൻ്റെതെന്ന് പറഞ്ഞിട്ടൊന്നും നീ നടപ്പിലാക്കണ്ട. എൻ്റെ മേൽ അങ്ങ് നിവർത്തിക്കാൻ 100% കണ്ടിരിക്കുന്ന ചില വാഗ്ദത്തങ്ങൾ, ചില വിടുതലുകൾ, ആമേൻ, തുറക്കാൻ വെച്ചിരിക്കുന്ന ചില വഴികൾ, തരാൻ വെച്ചിരിക്കുന്ന ചില സൗഖ്യങ്ങൾ, ആമേൻ, സ്തോത്രം, മാനിക്കാൻ വെച്ചിരിക്കുന്ന ചില നന്മകൾ, ശുശ്രൂഷയുടെ ചില മേഖലകൾ, അത് എൻ്റെതല്ല കർത്താവേ. അതിനകത്ത് 1% പോലും എൻ്റേതായിട്ടുള്ളതല്ല, അവിടത്തേതായിട്ടുള്ളത് മതി എന്ന് പറയുന്നവർ ഇതിനകത്തുണ്ടെങ്കിൽ ആത്മാവിനെ പ്രവചിച്ചു പറയാ, നിങ്ങളെ ഇഷ്ടങ്ങളെ പൊളിച്ച് ദൈവത്തിന്റെ പദ്ധതികള് ഇന്ന് മകൾ നടപ്പിലാക്കാൻ വകയോ. മനുഷ്യന്റെ ഹൃദയത്തിൽ പല വിചാരങ്ങളും ഉണ്ട്. യഹോവയുടെ ആലോചനയോ? നിങ്ങൾ നോക്കിയേ. സ്തോത്രം. സദൃശവാക്യങ്ങളുടെ പുസ്തകം 16-ാം അധ്യായം 1-ാം വാക്യം ഒന്ന് വായിച്ചേ. നിരൂപിക്കുന്നതിൽ ദൈവം എതിരൊന്നുമല്ല. ആർക്കാ നിരൂപിച്ചുകൂടാതെ? നിരൂപണങ്ങൾക്ക്, ചിന്തകൾക്ക്, വിചാരങ്ങൾക്കൊന്നും ദൈവം എതിരല്ല. നിങ്ങൾക്ക് ചിന്തിക്കാം. നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ വിദ്യാഭ്യാസത്തിനും നമ്മുടെ കഴിവിനും നമ്മുടെ പ്രാപ്തിക്കും, അല്ലേ, നമ്മുടെ കുടുംബ പശ്ചാത്തലത്തിനും, നമ്മുടെ ചില കാര്യങ്ങൾ നിർണ്ണയിക്കുന്നത് നമ്മുടെ ബാങ്ക് ബാലൻസിനും, നമ്മുടെ വരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതിനൊന്നും ദൈവം എതിരല്ല. പക്ഷെ എന്താ പരിശുദ്ധാത്മാവ് പറയുന്നത്? അതൊക്കെ മനുഷ്യനുള്ളവാ. പക്ഷേ അതിനൊരു ഉത്തരവുണ്ട്. ഈ നിരൂപണങ്ങൾക്കെല്ലാം, ഈ ചിന്തകൾക്കെല്ലാം ഒരു അവസാനമുണ്ട്. ഇല്ലേ? ഉണ്ട്. അത് പരിശുദ്ധാത്മാവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ആ നിരൂപണങ്ങൾക്ക്, ആ മനുഷ്യന്റെ നിരൂപണങ്ങൾക്ക് ഒരു മറുപടി ഉണ്ടെങ്കിൽ അത് നാവിൽ നിന്ന് വരേണ്ട ഉത്തരമാ.
അങ്ങനെ ഒരു നാവിൽ നിന്ന് മറുപടി ഉണ്ടെങ്കിൽ അത് നിരൂപിക്കുന്നവന്റെ ഉള്ളിൽ നിന്നല്ല. സ്തോത്രം. നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുമ്പോൾ നിങ്ങളെക്കുറിച്ച് വിചാരപ്പെടുന്ന ഒരു ദൈവമേളിലുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്കുള്ള ഉത്തരം പ്രസംഗിക്കുന്ന പ്രവാചകന്റെ അധരത്തിൽ നിന്നല്ല, അപ്പോസ്തലന്മാരുടെ അധരത്തിൽ നിന്നല്ല, നിങ്ങളെ ചേറ്റിൽ നിന്ന് വലിച്ചെടുത്ത ദൈവത്തിന്റെ വായിൽ നിന്ന് ഇന്ന് പകലിൽ ഒരു ഉത്തരം പ്രതീക്ഷിക്കുന്നവർക്ക് മാനുഷിക ശബ്ദം കേട്ട് മനസ്സു വേദനിച്ചവരെ, മാനുഷിക ശബ്ദം കേട്ട് ഹൃദയം തകർന്നവരെ, മറ്റുള്ളവരുടെ ആലോചന കേട്ട് ഒത്തിരി ദുഃഖിക്കേണ്ടി വന്നവരെ, ഇന്ന് പകലിൽ ഒരു മനുഷ്യന്റെയും അതരത്തിൽ നിന്നല്ല, ഒരു കാലത്തും നിനക്ക് ദുഃഖം വരാത്ത നിലയിൽ, ഒരു കാലത്തും നിനക്ക് വേദന വരാത്ത നിലകളിൽ നിന്നോട് സംസാരിക്കുന്ന ഒരു നാവ് ഈ യോഗത്തിന്റെ മധ്യത്തിൽ വെളിപ്പെട്ടു വന്നിട്ടുണ്ട്. ശബരമന രഗദൽ ഖമനഗടഗരഗസിയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അരിഷ്ട മനുഷ്യന്റെ ശബ്ദം കേട്ടവർ, അവൻ വക്രതയുള്ള മനുഷ്യന്റെ നാവിൽ നിന്ന് എത്രയോ ഉത്തരങ്ങൾ വരാറുണ്ട്. അതൊക്കെ നമ്മെ ചിലപ്പോൾ വേദനിപ്പിച്ചേക്കാം, നിരാശപ്പെടുത്തിയേക്കാം, സങ്കടപ്പെടുത്തിയേക്കാം. പ്രതീക്ഷിച്ചതുപോലെ മനുഷ്യൻ നമ്മോട് സംസാരിക്കണമെന്ന് നിർബന്ധമില്ല, അല്ലേ? ഹന്ന ആലയത്തിൽ പ്രാർത്ഥിക്കാനാണോ വന്നത്? പ്രാർത്ഥിക്കാൻ വന്ന് ഹന്ന പുരോഹിതനിൽ നിന്ന് പ്രതീക്ഷിച്ചത് ഒരു ആശ്വാസത്തിൻ്റെ ദൂതല്ലേ? അല്ലേ? ചില പ്രസംഗങ്ങളൊക്കെ കേൾക്കുമ്പം ഇങ്ങനെ വേണം പ്രസംഗിക്കാൻ, ഇങ്ങനെ തന്നെ സംസാരിക്കണം, ഇങ്ങനെ തന്നെ പറയണം, ഇങ്ങനെ പ്രസംഗിക്കുന്നവനാണ് പ്രസംഗകൻ എന്ന് നമ്മൾ പറയും. അങ്ങനെ ഇടയ്ക്ക് ഒരു ആംഗ്ലോ ആൻറ്റിയും കൂടെ എന്നോട് തർക്കിച്ചു. ഒരാളെക്കുറിച്ച് ഞാളെ പറയുന്നില്ല, ഞാൻ ഒറ്റ കാര്യം തിരിഞ്ഞു ചോദിച്ചോളൂ. ആ പാസ്റ്റർ നിങ്ങളുടെ സഭാ ശുശ്രൂഷകനായിട്ട് വന്നാൽ നിങ്ങൾ സ്വീകരിക്കുമെന്ന് ചോദിച്ചു. അന്നേരം എന്നോട് പറഞ്ഞു, അയാൾ വരുന്നതിന് എനിക്ക് ബുദ്ധിമുട്ടില്ല, പക്ഷെ ഞങ്ങൾ കുടുംബമായിട്ട് അവിടെ കാണത്തില്ല. ഞാൻ പറഞ്ഞ ആശയം പിടികിട്ടിയ പ്രസംഗമുള്ള അങ്ങനെ തന്നെ കുത്തണം, അങ്ങനെ തന്നെ പച്ചയ്ക്ക് പറയണം, പക്ഷെ അത് എന്നും കേൾക്കാൻ, മനസ്സിലായില്ല നിങ്ങൾക്ക്? അത് എന്നും കേൾക്കാൻ അത്ര സുഖമല്ല. ആമേൻ. അതിൻ്റെ അർത്ഥം എന്താ? ഇതൊക്കെ കേൾക്കാൻ മനുഷ്യൻ ആഗ്രഹിക്കുന്നെങ്കിലും ഒരു ആശ്വാസത്തിൻ്റെ സന്ദേശം കൂടെ, ഒരു വിടുതലിൻ്റെ ദൈവശബ്ദം കൂടെ, ഒരു ദൈവപ്രവൃത്തിയുടെ ദൈവശബ്ദം കൂടെ തകർന്നിരിക്കുന്ന മനസ്സുകൾക്ക് ഇച്ചിരി കുളിർമ പകരുന്ന നിലയിൽ കൂടെ ഒരു ദൈവശബ്ദം കേൾക്കണമെന്ന് എല്ലാ മനുഷ്യനും ആഗ്രഹിക്കുന്നില്ല പ്രിയരെ. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം നാവിന്റെ ഉത്തരം നിങ്ങൾക്ക് ലഭ്യമാകാൻ പോകുന്നത് പ്രസംഗിക്കുന്ന പാസ്റ്ററിൽ നിന്നല്ല, സർവശക്തനായ ദൈവത്തിന്റെ അധരത്തിൽ നിന്ന്. അതല്ലേ നമ്മളൊക്കെ അമ്മേൻ ഇടയ്ക്കിടയ്ക്ക് പാടി ആരാധിക്കുന്നൊരു പാട്ട്, ഒരു വാക്കുമതി എനിക്കതു മതിയേ, ഒരു വാക്കുമതി എനിക്കതു മതിയേ. എത്ര വാക്ക് മതി? ഒരു വാക്ക്. ദാവീദ് പണ്ട് പ്രാർത്ഥിച്ചതുപോലെ, എന്നെ പകയ്ക്കുന്നവർ കണ്ട് ലജ്ജിക്കേണ്ടതിന് ആമേൻ ആമേൻ ഒരു കൂമ്പാരം അടയാളങ്ങളൊന്നും എനിക്ക് വേണ്ട കർത്താവേ, ഒരടയാളം. കാരണം അതിനകത്തെല്ലാം ഉണ്ടാവും. ആ ഭാഗം അവിടെ നിൽക്കട്ടെ. സ്തോത്രം. ഞാൻ പറഞ്ഞു വന്നത്, അപ്പൊ ഒരു വാക്ക് മതി. കർത്താവിനോട് പറ, അങ്ങയുടെ അതരത്തിൽ നിന്ന് എനിക്കിന്ന് ഇന്ന് പകലിൽ ഒത്തിരി ഉത്തരങ്ങളൊന്നും വേണ്ട, എനിക്ക് ഒരു ഉത്തരം മതി. സ്തോത്രം, സ്തോത്രം, സ്തോത്രം.
ചില അഭിഷക്തന്മാരൊക്കെ ചില ആളുകളെ തലയിൽ കൂടി ചില പ്രവചന ശബ്ദങ്ങൾ പറയുമ്പോൾ ചിലപ്പോൾ ചിലർക്കൊക്കെ 3, 4, 5 മിനിറ്റ്, ചിലപ്പോൾ 10 മിനിറ്റ് വരെ സമയങ്ങൾ എടുത്ത് ചിലർക്ക് ദൂത് പറയുന്ന ചില സന്ദർഭങ്ങൾ കണ്ടേക്കാം. ചിലപ്പോൾ ചിലരോട് ഒരു സെൻറ്റൻസ് പറഞ്ഞേച്ച് ചിലപ്പം ദൈവശബ്ദം പറഞ്ഞേച്ച് തിരിച്ചു വരും. സ്തോത്രം. അപ്പം ഈ ഒരു സെൻറ്റൻസ് കേട്ട ആളെന്ത് പറയുന്ന പറയുക, മറ്റവർക്ക് 5, 10 മിനിറ്റ് സമയമെടുത്ത ദൂത് പറഞ്ഞത്, അവളോട് 5 പറഞ്ഞതിനേക്കാൾ ബെറ്റർ നിന്നോട് ഈ ഒരു സെൻറ്റൻസ് പറഞ്ഞത്. 5 മിനിറ്റ് പറഞ്ഞെടുത്ത സമയത്തിനുള്ളിൽ ചിലതൊക്കെ അവരുടെ ഹൃദയത്തിൽ വന്നതും കാണും. പക്ഷെ ആ ഒരു സെൻറ്റൻസ് ഇല്ലേ, അത് ആത്മാവി വന്നതാ. ഞാൻ പറഞ്ഞത് എത്ര പേർക്ക് മനസ്സിലായി? അതുകൊണ്ട് ഇന്ന് പകൽക്കാലം പറ, ഒത്തിരി സെന്റൻസ് ഒന്നും വേണ്ട, ഒത്തിരി പാരഗ്രാഫ് ഒന്നും വേണ്ട. കർത്താവേ, ഒത്തിരി പ്രോജക്റ്റ് ഒന്നും എനിക്ക് വേണ്ട. ഇന്ന് പകൽക്കാലം അവിടുത്തെ സന്നിധിയിൽ നിന്ന് ഒരു വാക്ക് മതി, അവിടെ നിന്ന് ഒരു ഉത്തരം മതി. എന്തിന്? എൻ്റെ ജീവിതത്തിന്റെ അടിമുടി ഒരു മാറ്റം സംഭവിക്കാൻ അവിടുത്തെ ഒരു വാക്ക്. നോക്കേ, 16-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം ഒന്ന് വായിച്ചേ. മനുഷ്യന്റെ ഹൃദയം തന്റെ വഴിയെ നിരൂപിക്കുന്നു, അവന്റെ കാലടികളെയോ യഹോവ ക്രമപ്പെടുത്തുന്നു. ശ്രദ്ധിച്ചു നോക്കിയേ, മനുഷ്യന്റെ ഹൃദയം തന്റെ വഴിയെ നിരൂപിക്കുന്നു. അപ്പം ചില വഴികൾ നമ്മളാ നിരൂപിച്ച് കണ്ടെത്തുന്നു, അല്ലേ? ദൈവത്തിന് റൂട്ട് വരയ്ക്കുന്ന പെന്തിക്കോസുകാർ ഇതിനകത്ത് കാണും. ആമേൻ അല്ലേ? നമ്മൾ അമേരിക്ക പോകാൻ തീരുമാനിച്ചാൽ അങ്ങോട്ട് തന്നെ പോവും, അമേരിക്കയിലോട്ട് തന്നെ പോവും. അത് ദൈവഹിതമാണോ എന്നുള്ളത് നമ്മുടെ വിഷയമല്ല. അതുകൊണ്ട് നമ്മൾ പറയും, എൻ്റെ കുഞ്ഞ് പഠനമൊക്കെ കഴിഞ്ഞു, അടുത്ത സ്റ്റേറ്റിലേക്ക് വേണ്ടി ഒന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുക, നിങ്ങളെല്ലാം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പോയില്ലെങ്കിൽ പറയും, പാസ്റ്ററുടെയും വിശ്വാസികളുടെയും പ്രാർത്ഥനയൊന്നും ഫലിച്ചില്ല. പണ്ട് ഞങ്ങളുടെ സഭ പ്രാർത്ഥിക്കുമ്പോൾ എന്നെ വിടുതലായിരുന്നെന്നറിയോ? അന്ന് പ്രാർത്ഥിച്ചത് നിന്റെ ഇഷ്ടത്തിനായിരുന്നില്ല, ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ചായിരുന്നു. ഒരു സ്തോത്രം പറഞ്ഞേ. ഇന്ന് പ്രാർത്ഥിക്കുന്നത് ദൈവത്തിൻ്റെ ഹിതമനുസരിച്ചല്ല, നമ്മുടെ ഹിതത്തിനനുസരിച്ച് ദൈവം പ്രവർത്തിക്കണമെന്നായി. അതുകൊണ്ട് സെബന്യാവിൻ്റെ പുസ്തകത്തിൽ ദൈവം പറയുന്ന പോലെ, ദൈവം ചില സമയത്ത് മിണ്ടാതിരുന്ന് നിങ്ങളെ സ്നേഹിച്ചുകൊണ്ടിരിക്കുക. ആരും മിണ്ടുന്നില്ല. ദൈവം തൻ്റെ മൗനതയിലും തൻ്റെ മക്കളെ സ്നേഹിക്കുന്നു. ആമേൻ, സ്തോത്രം. ചിലതിന് മറുപടി കിട്ടാതെ വരുമ്പോൾ നമ്മൾ പറയുന്നത് പോരാട്ടം വർദ്ധിച്ചിട്ടെന്നാ. പോരാട്ടം വർദ്ധിച്ചിട്ടല്ല, ആ വിഷയത്തിനകത്ത് ദൈവഹിതമല്ല അഞ്ഞിട്ടാ. ദൈവഗീതം നീ പ്രാർത്ഥിക്കുന്ന വിഷയത്തിനകത്തുണ്ടെങ്കിൽ ആത്മാവിനെ വിളിച്ചു പറയുന്നു, ഒത്തിരി കരയേണ്ടി വരില്ല, ഒത്തിരി പ്രാർത്ഥിക്കേണ്ടി വരില്ല, അധികം താമസിക്കാതെ നിനക്ക് മറുപടി കിട്ടും. അല്ലേ? അന്നെ അങ്ങനെയല്ലേ എന്നിരുന്ന് പ്രാർത്ഥിച്ചേ. പുരോഹിതൻ അല്പം വേദനിപ്പിച്ചു. അതേ പുരോഹിതൻ ഇച്ചിരി കഴിഞ്ഞവൻ പറഞ്ഞു, നീ പേടിക്കണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി വരും. ആമേൻ. ആലയത്തിൽ വന്നിരുന്നുള്ള കരച്ചിലിന് അധികം താമസിക്കാതെ മറുപടി വന്നല്ലേ? ദൈവഹിതപ്രകാരമുള്ള സ്തോത്രം വഴികൾക്ക് വേണ്ടിയാണ്, വിടുതലിന് വേണ്ടിയാണ് ഒരു ദൈവസഭ കരയുന്നതെങ്കിൽ, ഒരു കുടുംബം കരയുന്നതെങ്കിൽ, ഒരു വ്യക്തി ഉപവസിക്കുന്നതെങ്കിൽ, ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു, അധിക നാൾ അവർ പ്രാർത്ഥിക്കേണ്ടി വരില്ല, അധിക നാൾ കരയേണ്ടി വരില്ല, അധിക നാൾ വ്യസനിക്കേണ്ടി വരില്ല, ഒത്തിരി നാൾ പ്രായം കഴിഞ്ഞു പോകേണ്ടി വരില്ല. അധികം താമസിക്കാതെ ആ വിഷയത്തിനകത്ത് അദൃശ്യനായ ദൈവത്തിന്റെ കരം ഇന്ന് പകൽ ചലിച്ചു തുടങ്ങുമെന്ന് വിശ്വസിക്കുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പണ്ടൊക്കെ ഒരു സൈക്കിൾ മേടിക്കണമെങ്കിലും ആദ്യം ദൈവഹിതം തേടുമായിരുന്നു. ഒരു കാറ് വാങ്ങണമെങ്കിലും ദൈവാലോചന കേൾക്കും. അതുകൊണ്ട് തന്നെ പഴയ കാലഘട്ടത്തിൽ അപ്പോസ്തലന്മാർ, ഉപദേശിമാർ, പാസ്റ്റർമാരൊക്കെ വിശ്വാസികളുടെ ഏതൊട്ട് ഇസഡ് വരെയുള്ള കാര്യങ്ങൾ അറിയും.
പിന്നെ ഇന്നത്തെ സഭകളിൽ പാസ്റ്റർമാർ അറിഞ്ഞു വരുമ്പം ട്രാൻസ്ഫർ ആവും. ഞാൻ അഭാവം വിടുകയാണ്. ഏറെക്കുറെ കാര്യങ്ങൾ അങ്ങ് അറിയും. പക്ഷെ ഇന്നങ്ങനെയല്ല, ഇപ്പം അറിയും. ഇപ്പം പാസ്റ്റർമാരും അറിയും, പാസ്റ്റർമാരും അമ്മാമ്മമാരും അറിയും. എപ്പോഴെന്നറിയോ? ബാങ്കിൽ നിന്ന് ഒരു മെസ്സേജ് വരും, കാർ ലോണുകാർ മെസ്സേജ് അയക്കും, 2 മണിക്കൂറാണ് ഞങ്ങൾ വീട്ടിലെത്തും. ബാങ്കുകാരയക്കും, അടുത്ത മാസം 12-ാം തീയതി ഞങ്ങൾ നോട്ടീസ് ഒട്ടിക്കും. ഇത് ഒട്ടിക്കുമ്പോഴാണ് പാസ്റ്റർ അറിയുന്നത് നമ്മുടെ അച്ചായൻ അവിടെയും വസ്തു ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം. ഞാൻ പറഞ്ഞ ആശയം നിങ്ങൾക്ക് പിടികിട്ടോ? ആമേൻ. സ്തോത്രം പറഞ്ഞില്ല. നിങ്ങളെ സ്തോത്രം പറഞ്ഞാൽ ഇതെല്ലാം ഇതിനകത്തുണ്ടെന്ന് വരുന്ന ശുശ്രൂഷകന്മാർ കരുതും. അതുകൊണ്ട് നിങ്ങൾ ഇടവിടാതെ സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കണം. ശ്രദ്ധിച്ചേ, പണ്ട് അങ്ങനല്ല, ദൈവഹിതം അറിഞ്ഞാണ് പ്രാർത്ഥന സാധിപ്പിക്കാന്ന് നിന്റെ വചനം. അതുകൊണ്ട് ഞാൻ സ്റ്റേറ്റിൽ പോകുന്ന നിന്റെ ഹിതമെന്ന് എനിക്കറിയാം, അതുകൊണ്ട് ഇത് നടത്തി തന്നേ പറ്റൂ. ഞാനൊരു ദൈവദാസൻ്റെ കൂടെ സ്തോത്രം ഒരു എംബസിയിൽ ഏകദേശം 6ഓളം പ്രാവശ്യം ഞാൻ പോയി, മദ്രാസിൽ. പിന്നെയും 10-ലധികം പ്രാവശ്യം പോയിട്ടാണ് പുള്ളിക്ക് ആ വിസ അടിച്ച് കിട്ടി. ഞാൻ പറഞ്ഞു വന്നത്, ദൈവഹിതമാണോ നീ ഒത്തിരി അലയേണ്ടി വരത്തില്ല. ആ ഭാഗ്യം ഞാൻ വിടുകയാണ്. അപ്പൊ മനുഷ്യന്റെ ഹൃദയം തന്റെ വഴിയെ നിരൂപിക്കുന്നു, അവന്റെ കാലടിയോ യഹോവ ക്രമപ്പെടുത്തുന്നു. ഒരാമൻ പറയാമോ? ഇന്ന് പകൽ നിങ്ങളുടെ കാലടി പിശാച് പറയുന്നിടത്തല്ല ഉറയ്ക്കാൻ പോകുന്നത്, ഫെലിസ്ത്യർ പറയുന്നിടത്തല്ല ഉറയ്ക്കാൻ പോകുന്നത്, മന്ത്രവാദി പറയുന്നിടത്തല്ല ഉറയ്ക്കാൻ പോകുന്നത്, ആഭിചാരക്കാർ പറയുന്നിടത്തല്ല ഉറയ്ക്കാൻ പോകുന്നത്, ശൗനക്കാർ പറയുന്നിടത്തല്ല ഉറയ്ക്കാൻ പോകുന്നത്, കബഡി നിരത്തുന്നവൻ പറയുന്നിടത്തല്ല നിന്റെ കാലടി ഉറയ്ക്കാൻ പോകുന്നത്. പരിശുദ്ധാത്മാവ് പറയുന്ന ഇടത്ത് നിങ്ങളുടെ കുടുംബത്തിന്റെ, നിന്റെ നന്മയുടെ, ബിസിനസിന്റെ, ഉപജീവനങ്ങളുടെ, തലമുറയുടെ ഭാവിയുടെ കാലടികൾ വിശ്വസിക്കുന്നവർ പ്രതികരിക്കട്ടെ. വചനത്തോട് പ്രതികരിച്ചാട്ട്, ആത്മാവിനോട് പ്രതികരിച്ചാട്ട് ഇന്ന് പകൽ വിളിച്ചു പറ, എന്റെ കാലടികളെ മനുഷ്യരാരുമല്ല ദൈവം സ്ഥിരപ്പെടുത്താൻ വകയാ. ശബരവന ഘടകരഗജന ശംദരാധര. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ഇതിന്റെ എല്ലാ അർത്ഥം എന്താ? നമ്മുടെ വിചാരങ്ങളൊക്കെ ആര് പൊളിക്കും? പറ. പൊളിച്ചേ പറ്റൂ എന്ന് പറയാൻ എത്ര പേർന്നതിനകത്ത് ദൈവത്തിന്റെ പദ്ധതി അല്ലാതെ മറ്റെന്തെൻ്റെ ജീവിതത്തിലുണ്ടെങ്കിലും ഇന്ന് പകൽ അത് ദൈവം പൊളിക്കണം എന്നാഗ്രഹിക്കുന്ന എത്ര പേർന്നതിനകത്തുണ്ട്? അത് പൊളിയും, ദൈവം അത് പൊളിക്കും. 2 കാര്യങ്ങൾ ഇന്ന് പകൽ പൊളിയും, എന്നിട്ട് മറ്റൊന്ന് നിവർത്തിക്കപ്പെടും. എന്തൊക്കെ പൊളിയും? 1, നമുക്ക് നമ്മെക്കുറിച്ചുള്ള വിചാരം ദൈവം പൊളിക്കും. അന്യായമായിട്ടുള്ളത് ന്യായമായത് ദൈവം അംഗീകരിക്കും. 2, നമ്മെക്കുറിച്ച് നമ്മൾ വിചാരപ്പെടുമ്പം നമ്മളെക്കാൾ ഭയങ്കര വിചാരമുള്ള ഒരാളുണ്ട്, പിശാച്. ആമേ. അവന് നിങ്ങളെക്കുറിച്ചും നിങ്ങളുടെ മക്കളെക്കുറിച്ചും നിങ്ങളുടെ സഭയെക്കുറിച്ചും അഭിഷക്തന്മാരെക്കുറിച്ചും എൻ്റെ ശുശ്രൂഷയെക്കുറിച്ചും അവൻ്റെ വിചാരം അത്ര നല്ലതല്ല. ആണോ? അല്ല. അതിനെയും ദൈവം പൊളിക്കും. ഞാൻ പറഞ്ഞ മനസ്സിലായോ? നമ്മുടെ ദൈവഹിതമില്ലാത്ത വിചാരങ്ങളെയും ദൈവം പൊളിക്കും, നമ്മെക്കുറിച്ചുള്ള പിശാചിൻ്റെ പദ്ധതികളെയും ദൈവം പൊളിക്കും. എന്നിട്ട് ഇതിൻ്റെ 2ന്റെ നടുവിൽ നമ്മെ വിളിച്ചവനൊരു ഉദ്ദേശമുണ്ട്, നമ്മെ വിളിച്ചവനൊരു വിചാരമുണ്ട്, നമ്മെ വിളിച്ചവനൊരു പദ്ധതിയുണ്ട്, നമ്മെ തെരഞ്ഞെടുത്തവന് ഒരു പ്ലാൻ ഉണ്ട്. അത് ഇന്ന് പകലിൽ നടപ്പിലാക്കാൻ പോകുന്ന ദൈവകൃപയ്ക്ക് സ്തോത്രം പറയാം.
ആത്മാവിൽ വിളിച്ചു പറ, പിശാചിന്റെ പദ്ധതികൾ പൊളിയാൻ പോകുന്നതിനായി സ്തോത്രം പറ. ദൈവത്തിന്റെ പദ്ധതികൾ ദൈവം നടപ്പിലാക്കാൻ പോകുന്നതിന് ആത്മാവിൽ ഒന്ന് ആരാധിക്കാൻ. ചുടപരവന ഘടകരകതല ശബ്ദരാധര വിവാന രക്ഷസിയാദര ധികൽക്കരാധന അടകരകഥന ശബ്ദരാധര ഹസ്തൽ പ്രൗഢവന ഘടകരക്ഷസിയ അർത്ഥനെ റിഗം ശരാധനെ അടകരകസ്യാദരാധികൽക്കരാധന. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകൽക്കാല ചില ഇരുളിന്റെ മേഖലകൾ, പിശാചിന്റെ പദ്ധതികൾ, സാത്താന്യ മണ്ഡലത്തിന്റെ പദ്ധതികൾ ഇന്ന് പകൽ സ്വർഗം അഴിക്കട്ടെ, സ്വർഗം അഴിക്കട്ടെ, സ്വർഗം അഴിക്കട്ടെ. കുടുംബങ്ങളുടെ നാളുകളാൽ, അവയെ തലമുറകളുടെ നാളുകളാൽ, അഭിഷക്തന്മാരുടെ നാളുകളാൽ തകർത്തുകൊണ്ടിരിക്കുന്ന ദുഷ്ടന്റെ പദ്ധതികൾ, പിശാചിന്റെ കോട്ടകൾ ഇന്ന് മകൾ സ്വർഗം തകർക്കുകയോ. പരിശുദ്ധാത്മാവേ അവിടെ ഇടപെട്ടാൽ ഇന്ന് മകൾ ഇതിനകത്ത് ചില വിടുതലുകൾ, ഇന്ന് മകൾ കുടുംബങ്ങൾക്കകത്ത് വിടുതൽ, തലമുറകളുടെ മേൽ വിടുതൽ, അഭിഷക്തന്മാരുടെ മേൽ വിടുതൽ, ദൈവസഭയുടെ മേൽ വിടുതൽ, ഈ പട്ടണത്തിന്റെ മേൽ വിടുതൽ. ഇന്ന് പകൽക്കാലം ഒരസാധാരണമായ വിടുതൽ ഇതിനകത്ത് നടക്കുകയോ. ഹല്ലേലൂയ. ഒന്ന് വായിച്ച യെശയ്യാ പ്രവചനം 14-ാം അധ്യായം അതിൻ്റെ 24 മുതൽ 27 വരെ. സൈന്യങ്ങളുടെ യഹോവ ആണയിട്ട് അരുളി ചെയ്യുന്നത്. ശ്രദ്ധിക്കണം, സൈന്യങ്ങളുടെ യഹോവ ആണയിട്ട് അരുളി ചെയ്യുന്നത്. അതുകൊണ്ടായിരിക്കും നമ്മളൊക്കെ ഒത്തിരി ആണയിടുന്നത് അല്ലേ. ആണയിടാത്തവർ കർത്താവിനൊന്ന് ചോദിച്ചേ. ഒന്നുകൂടെ ഞാൻ ചോദിക്കുന്നു, ഒന്നിനെ കൊണ്ടും ആണയിടാത്തവർ കർത്താവിനൊന്ന് സ്തുതിച്ചേ. ഇപ്പം എന്തിനെയൊക്കെ കൊണ്ട് ആണയിടുന്നവർ ഇതിനകത്തുണ്ട് അല്ലേ. ഈ കൈ ഉയർത്തിയവരെ സംബന്ധിച്ചൊരു കാര്യം ഞാൻ പറയാം. ഒരു 10-40 കഴിഞ്ഞതിന് ശേഷമായിരിക്കും അങ്ങനെ ഒത്തിരിയൊന്നും ആണയിടാതെ ആ വചനമൊക്കെ മുറുകെ പിടിച്ചങ്ങ് നിൽക്കുന്നത്. പഠിച്ച കാലത്തൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. സ്കൂളിലും കോളേജിലും ഒക്കെ പഠിച്ച കാലത്ത് എത്ര ആണയിട്ടാണ് നമ്മൾ പിള്ളേരെ പറ്റിച്ചേ. പിന്നെ അറിവില്ലായ്മയുടെ കാലങ്ങളെ, അതുകൊണ്ട് ഞാനും നിങ്ങളും രക്ഷപ്പെട്ടു. അത് ഈ കാലത്ത് വല്ലതും ആയിരുന്നെങ്കിലോ. എന്നാലും ഇടയ്ക്കിടയ്ക്ക് വല്ലപ്പോഴുമൊക്കെ ഒരു കൊച്ചു കള്ളമൊക്കെ ഒന്ന് സമർത്ഥിക്കാൻ, അറിഞ്ഞുകൊണ്ടായിരിക്കും, ചിലപ്പോൾ അറിയാണ്ടൊക്കെ അങ്ങ് നിങ്ങൾ മിണ്ടുന്നില്ല അല്ലേ. അറിയാതെ അങ്ങ് ചിലപ്പോൾ സംഭവിച്ചൊക്കെ പോയെന്ന് വന്നേക്കാം. പക്ഷെ അങ്ങനെ ചെയ്യേണ്ടി വന്നാലും ഇടരുതെന്നാ പ്രമാണം. ദൈവം ആണയിട്ടു, അത് ദൈവത്തെ കൊണ്ടാണ്. കാരണം ദൈവത്തെക്കാൾ വലിയൊരാൾ പിന്നെ ഇല്ല. അതുകൊണ്ട് ദൈവം ദൈവത്തെ കൊണ്ടാണ് ഏറ്റു. ഇനി അങ്ങനെ ദൈവം ദൈവത്തെ കൊണ്ട് വല്ലതും ആണയിട്ട് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഇത് ഏത് മന്ത്രവാദി അതിനെ മന്ത്രം ചെയ്ത് തിരുത്താൻ ശ്രമിച്ചാലും, ഏത് ആഭിചാരക്കാരൻ അത് നടപ്പിലാകാതിരിക്കാൻ ആഭിചാരം ചെയ്താലും, അല്ല, ആത്മീകരുടെ ഇടയിൽ കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് എതിർ പ്രാർത്ഥന. അങ്ങനെ വല്ല ദുരാത്മാവും പിടിച്ച് എതിർ പ്രാർത്ഥന നടത്തുന്നവനായാലും നിന്റെ എതിർ പ്രാർത്ഥന ഫലിക്കാൻ പോകുന്നില്ല. പ്രാർത്ഥിക്കുന്നവനോട് ദൈവം ആണയിട്ട് പറഞ്ഞ കാര്യം, രക്ഷിക്കപ്പെട്ടവനോട് ദൈവം ആണയിട്ട് പറഞ്ഞ കാര്യം, വിശ്വസിക്കുന്നവനോട് ദൈവം ദൈവത്തെക്കുറിച്ച് ആണയിട്ട് പറഞ്ഞ കാര്യം ഇനി ഏവൻ തടഞ്ഞാലും ദൈവം അത് നടപ്പിലാക്കും. വിശ്വസിക്കുന്നവർ പ്രതികരിക്കോ. Praise the Lord.
പ്രൈസ് ദി ലോർഡ്. ഒരിക്കൽ ഒരു സഹോദരൻ എന്നോട് പറഞ്ഞു, എൻ്റെ പേര് വിളിച്ചിട്ടുണ്ട്, രജീഷേ, നീ കാട്ടാക്കടയുടെ പ്രൊസ്പെക്ടർ എന്നാവോ അന്ന് ഞാൻ അസംബ്ലീസ് ബോർഡിൻ്റെ ഒരു ശുശ്രൂഷകനാവും. ആ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായ ഇല്ലേ? ഒരു സാധാരണക്കാരനല്ല പറഞ്ഞത്, സ്കൂളിലെ അധ്യാപകനാ. ഞങ്ങൾ തമ്മിൽ വലിയ പ്രായ വ്യത്യാസമൊന്നുമില്ല. പുള്ളി പറഞ്ഞതിൻ്റെ ആശയം പിടികിട്ടിയില്ലേ എന്ന് പറഞ്ഞാൽ, നിന്റെ ജന്മം മുഴുവൻ നീ ഈ സെക്ഷനിൽ നിന്നാലും ആരാകത്തില്ല. അതാ എൻ്റെ അർത്ഥം. പിശാച് പറഞ്ഞതൊന്നും ഇവിടെ നടക്കത്തില്ല. മനുഷ്യനെ കൊണ്ട് പിശാച് പറയിപ്പിച്ചത് നടക്കത്തില്ല. നമ്മൾ പറയില്ല, അങ്ങവരെന്നെ അങ്ങനെ പറഞ്ഞു പാസ്റ്റേ, അത് നിനക്കെന്നാന്ന്? ദൈവമുള്ള നീ എന്തിനാ അത് കേട്ട് പേടിക്കുന്നേ? നിന്നെക്കുറിച്ച് ഒരാൾ നെഗറ്റീവ് പറയുമ്പം നിന്റെ അകത്ത് പോസിറ്റീവ് എനർജിയിലിരിക്കുന്നേ. അകൊണ്ട് എന്തേ അതിനെ ആത്മാവിൽ ക്യാൻസൽ ചെയ്യാൻ പറ്റത്തില്ലേ? ഇന്ന് പകൽ ഇതിനകത്ത് നെഗറ്റീവ് ക്യാൻസൽ ചെയ്തിട്ട് വേണം പോകാൻ. പിശാച് പറഞ്ഞതിനെ ക്യാൻസൽ ചെയ്യണം. അതിനുള്ള അധികാരം ദൈവം നിങ്ങൾക്ക് തന്നിട്ടുണ്ടെന്ന്. ഞാൻ പറയുന്നത്, നമ്മൾ നമ്മുടെ മക്കളെയും ഒക്കെ നോക്കി, ആമേൻ സ്തോത്രം, ചിലരൊക്കെ നീ ചിലതാകത്തില്ലെന്ന് പറയണം. അവിടെ ദൈവം നമ്മളെ ആക്കും. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? ഒരിക്കലും പാസ്റ്റർ ആകണമെന്ന് ആഗ്രഹിച്ച ആളല്ലേ പാസ്റ്റർ ആക്കി. പെന്തക്കോസ്ത് അനുഭവമുള്ള, ഉപദേശിക്ക് അനുകൂലമുള്ള ഒരു കുടുംബ പശ്ചാത്തലത്തിലല്ല ഞാൻ ജനിച്ചത്. പക്ഷേ ഇന്ന് പാസ്റ്റർമാരെ അങ്ങേ അറ്റം ബഹുമാനിക്കുന്ന കുടുംബാംഗങ്ങളാക്കി ദൈവം ഞങ്ങളെ മാറ്റി. ഞാൻ പറഞ്ഞ ആശയപ്പെട്ടിട്ടില്ല നിങ്ങൾക്ക്? ആകത്തില്ലെന്ന് പറയുന്നതിനെ ആക്കുന്നൊരു ദൈവമുണ്ട്. അതുകൊണ്ട് പിശാച് ഇത് പറഞ്ഞു, മനുഷ്യൻ ഇത് പറഞ്ഞു, അവരിങ്ങനെ പറഞ്ഞു, പാസ്റ്ററെ അയാൾ പറഞ്ഞതുപോലെയാ, ഇവർ പറഞ്ഞതുപോലെയാ. എങ്കിൽ പിന്നെ ദൈവം പറയുന്നതോ? ഇവരൊക്കെ പറയുന്നത് പോലെ നടക്കുകയാണെങ്കിൽ പിന്നെ ദൈവം എന്തിന്? ഇവരൊക്കെ പറഞ്ഞതുപോലെ നടക്കുമെന്ന് വിശ്വസിക്കുന്നെങ്കിൽ നീ എന്തിനാ ഈ പുസ്തകം എടുത്തോണ്ട് പള്ളിയിൽ പോകുന്നേ? ദൈവം ഇവരൊക്കെ പറയുന്നത് പോലെ നടക്കത്തുള്ളൂ. പക്ഷെ അവൾ പറഞ്ഞാൽ ചെയ്തിരിക്കും. അത്ര ഉറപ്പുള്ള നീ എന്നാ പിന്നെ അവളെ കൂടെ പൊക്കൂടെ? എന്തിനാ പള്ളി എന്ന് പറഞ്ഞ് നടക്കുന്നേ? ഞാൻ പറഞ്ഞ ആശയം എത്ര പേർക്ക് പിടികിട്ടി? ആമേ. ദൈവം പറഞ്ഞിട്ടുണ്ടോ? അത് തടയാൻ ആർക്കും പറ്റില്ല. അത് ആമേൻ. ആ വാഗ്ദത്തം പ്രാപിച്ച ജനത്തെ ഒരു ചെങ്കടലിന് മുക്കാൻ പറ്റില്ല, ഒരു ആകാവിന് നടുക്കാൻ പറ്റില്ല, ഒരു ഇസ്രായേലിന് നടുക്കാൻ പറ്റില്ല, ഒരു സൈന്യത്തിന് ഒതുക്കാൻ പറ്റത്തില്ല. നിന്റെ മേൽ ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങളെ നിവർത്തിക്കുന്ന ഒരു സ്വർഗ്ഗം ഇതിന്റെ നടുവിലുണ്ടെന്ന്. ശബ്ദരാധര യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകൽ ചില വിടുതലുകൾ ഇതിനകത്ത് സംഭവിക്കുകയോ? ചിലപ്പോ ചില പ്രായോഗയായി ഇന്നോ നാളെ എന്നൊക്കെ പറഞ്ഞ് മരണത്തിന് സമയവും കാലവും പ്രായമൊന്നും ഇല്ലെങ്കിലും ഒരു പ്രായമൊക്കെ കഴിയുമ്പം നമുക്ക് തന്നെ അങ്ങനെ ഒരു തോന്നലൊക്കെ തോന്നും, ഇനി അധിക കാലമൊന്നും ഇല്ല. ചിലപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഇങ്ങനെയുള്ള പ്രസംഗം കേൾക്കുമ്പോൾ തോന്നും, ഇനി എന്നാ പാസ്റ്ററേ? അല്ല, എൻ്റെ പൊന്നങ്ങളെ, അപ്പച്ച, അമ്മച്ചിമാരെ, നിങ്ങൾ ജീവനോടിരിക്കവേ
ദൈവം എന്തെങ്കിലും നടപ്പിലാക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ അന്ത്യശ്വാസം വലിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് നീ കാണത്തക്കവണ്ണം, ജീവനുള്ള കണ്ണുകളോടുകൂടെ നീ കാണത്തക്കവണ്ണം, ആമേൻ, ജീവനോടെ ഇരുന്ന് ആ നന്മയ്ക്ക് നീ ഒരു വാക്കെങ്കിലും, അന്ത്യമായിട്ടെങ്കിലും ഒരു വാക്കെങ്കിലും നന്ദി പറയത്തക്കവണ്ണം ദൈവം അത് പ്രവർത്തിച്ചിരിക്കും. ദൈവം അത് ചെയ്തിരിക്കും. അത് ഉറപ്പുള്ള എത്ര പേരിനകത്തുണ്ട്? ഇന്ന് മകൾ ചില കണ്ണിൽ നിന്ന് ചിലരുടെ കണ്ണുനീരിന് ഞാൻ ഒപ്പുമെന്ന് ആത്മാവ് പ്രവചിക്കാൻ പറയുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. ആമേൻ, ആമേൻ. ഈ ദാവീദിനെ കൊണ്ട് ആലയമൊക്കെ പണിയാൻ ആലോചനയൊക്കെ കൊടുത്തു, കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചല്ലേ? പക്ഷെ ഞാൻ ചോദിക്കുന്ന വാഗ്ദത്തങ്ങൾ ഒത്തിരി മുൻപെയാണ്. എങ്കിലും ഇവൻ്റെ കയ്യിൽ രക്തം പുരളുവെന്നും ഇവ ഇങ്ങനെയൊക്കെ പോകുമെന്നും നമുക്ക് ദൈവത്തിന് അറിഞ്ഞൂടെ? ദൈവം അത്രയ്ക്ക് ദീർഘവീക്ഷണം ഇല്ലാത്ത ആളാണോ? ആണോ? ഞാൻ പറയുന്നു, ഇന്ന് ഇവിടെ ഇനി ഇവരാരെ പ്രസംഗിക്കാൻ വിളിച്ചാലും ഞാനല്ലാതെ വേറെ ആരും ഇന്ന് ഇവിടെ വരാൻ ദൈവം സമ്മതിക്കത്തില്ല. ആണ് ഇന്ന് ഞാൻ നിൽക്കണമെന്നുള്ളത് ദൈവത്തിൻ്റെ പദ്ധതി. അത് അറിയാം, എല്ലാം ക്രമീകരിച്ചല്ലേ? ദൈവം പറഞ്ഞിടാ, നീ ഒരു യോദ്ധാവാ, രക്തം പുരണ്ട കൈയാണ്, നിന്റെ കൈ കൊണ്ട് ആലയം എന്ത് ചെയ്യണ്ട, പണിയണ്ട. അങ്ങനെയെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് ദൈവം ഇതെല്ലാം ക്രമീകരിക്കുമ്പോഴും ദൈവം പ്ലാൻ ചെയ്തു അത് അവൻ്റെ തലമുറയെ കൊണ്ടേ ചെയ്യിക്കാവൂ. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? സ്തോത്രം, സ്തോത്രം. നിങ്ങളോട് പറഞ്ഞത് നിങ്ങളോട് നിവർത്തിക്കും, തലമുറയോട് പറഞ്ഞത് തലമുറയിലൂടെ നിവർത്തിക്കും. അത് നിങ്ങളുടെ കാലം കഴിഞ്ഞിട്ടല്ല. നിങ്ങൾ മരിച്ച് ആമേൻ പാസ്റ്റർമാർ ശവമടക്കം നടത്തിയിട്ടല്ല, അന്ത്യശ്വാസം വലിക്കുന്നതിന് മുൻപ്, കർത്താവ് നിന്നെ എടുക്കുന്നതിന് മുൻപ്, ദൈവം നിന്നെ വിളിക്കുന്നതിന് മുൻപ് അവൻ അത് ചെയ്യാൻ അവൻ വിശ്വസ്തനാണെന്ന് ആത്മാവ് പറയുമ്പോൾ അതിനെ സ്വീകരിക്കാൻ Hallelujah! In the name of Jesus. യേശുവിന്റെ നാമത്തിൽ ചില വാഗ്ദത്തങ്ങൾ ഇന്ന് പകൽ നിവർത്തിക്കട്ടെ. പിശാചിന്റെ പ്രവർത്തികളെ അഴിച്ചുകൊണ്ട്, സാത്താന്റെ പ്രവർത്തികളെ തകർത്തുകൊണ്ട്, മാനുഷിക ശക്തികളെ തകർത്തുകൊണ്ട്, പിശാചിന്റെ പ്ലാനും പദ്ധതികളെ പൊളിച്ചുകൊണ്ട് ദൈവത്തിന്റെ ഹിതത്തെ നിവർത്തിക്കുന്ന പകൽ ഈ പകൽ മാറുകയോ. ശബാരവന ഘടകരക്ഷസിയ ഹല്ലേലൂയ. അപ്പൊ സൈന്യങ്ങളുടെ യഹോവ ആണയിട്ട് അരുളി ചെയ്യുന്നത് ഞാൻ വിചാരിച്ചതുപോലെ സംഭവിക്കും. ശ്രദ്ധിക്കണം, ഞാൻ ചിലത് വിചാരിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചൊരു വിചാരം ഉണ്ടല്ലോ അല്ലേ? ഇല്ലേ? അതുകൊണ്ടാണ് മനുഷ്യൻ. ഒരു പ്രായമൊക്കെ കഴിഞ്ഞ്, കല്യാണമൊക്കെ കഴിഞ്ഞ് പിള്ളേരൊക്കെ ആയാൽ പിന്നെ മൊത്തം വിചാരം ആരെക്കുറിച്ചാ? ഇതിനിടയിൽ ദൈവത്തെക്കുറിച്ച് വിചാരപ്പെടുന്ന എത്ര പേരുണ്ട്? കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചല്ലോ, കർത്താവിൻ്റെ പാവങ്ങളെ ചുമന്നല്ലോ, കർത്താവ് എനിക്ക് വേണ്ടിയാണല്ലോ ഈ കഷ്ടപ്പാടൊക്കെ മൊത്തം സഹിച്ചത്. ആ കർത്താവിനെ ഓർത്ത് സ്തോത്രം പറയുന്ന എത്ര ദൈവമക്കൾ ഇതിനകത്തുണ്ട്? നമ്മുടെ വിചാരം മൊത്തം പിള്ളേരെ കുറിച്ചാണ്. പിന്നെ അവർ പഠനമായി, പിന്നെ അവർക്ക് ജോലിയായി, പിന്നെ അവർക്ക് കല്യാണമായി, പിന്നെ കല്യാണമായി കഴിഞ്ഞാൽ പിന്നെ പേരക്കുട്ടികളെ കുറിച്ചായി.
മരണം വരെ നമ്മുടെ ചിന്ത മൊത്തം. ഞാൻ അതിനെയും കുറിച്ച് നിങ്ങളുടെ മുഖത്തുള്ള ചിരിയെ കർപ്പിക്കുന്നില്ല, ഞാൻ വിടുകയാണ്. അപ്പം ദൈവം പറയും, ഞാൻ ചിലത് വിചാരിച്ചിട്ടുണ്ട്. ഈ വിചാരിക്കുന്നതെല്ലാം നടപ്പിലാകണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഉണ്ടോ? അത് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു. ഇതിനെക്കുറിച്ച് വിചാരിച്ചു, അത് മകനിലൂടെ നടപ്പിലാക്കി. എമ്പനാശം പിടിട്ട ഈ വിചാരിക്കുന്നതെല്ലാം നടക്കണമെന്ന് നിർബന്ധം പിടിക്കല്ലേ. ചില ബന്ധുക്കോസുകാർക്ക് അങ്ങനെ കുഴപ്പമുണ്ട്. കർത്താവ് ഇതുപോലെ സംഭവിക്കണം, കർത്താവ് ഇങ്ങനെ നടക്കാവൂ, കർത്താവ് ഇങ്ങനെ നടത്തിയില്ലെങ്കിൽ ഞാൻ നാണം കെടും കർത്താവ്. അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥന ഈ അടുത്തൊരു സഭയിൽ ഞാൻ ശുശ്രൂഷയ്ക്ക് പോയപ്പോൾ ഞാൻ ഇരുന്ന് കേട്ടതാ. കർത്താവ് ഞങ്ങളുടെ സഭയ്ക്ക് ഇങ്ങനെയാണ് കർത്താവ് പദ്ധതി, അതല്ലാതെ വേറൊന്നും നടക്കല്ലേ അപ്പച്ച എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നതൊക്കെ ഞാൻ കേട്ടു. ദൈവത്തിന് നിന്നെക്കുറിച്ചൊരു വിചാരമുണ്ട്. ഇനി അത് തന്നെ നടപ്പിലാകണമെന്ന് നീ വിചാരിക്കരുത്. തൊട്ടടുത്ത് വായിച്ചേ. ഞാൻ വിചാരിച്ചതുപോലെ സംഭവിക്കും, ഞാൻ നിർണയിച്ചതുപോലെ നിവർത്തിയാകും. ചിലത് വിചാരിച്ചിട്ടുണ്ടെങ്കിലും ഈ വിചാരവും നിർണയവും രണ്ടല്ലേ വാസേ? ആണോ? വിചാരവും നിർണയവും രണ്ടതല്ലേ? വിചാരിച്ചതാ നിർണയിക്കാൻ വന്നത്, പക്ഷെ വിചാരിച്ചതെല്ലാം നിർണയിക്കാൻ പറ്റുമോ? എങ്കിൽ നിങ്ങൾ ആരും ഇന്ന് ഈ പള്ളിക്കകത്ത് ഉണ്ടാവില്ല. നിങ്ങൾ വിചാരിക്കുകയും വിചാരിച്ചതെല്ലാം നിർണയിക്കുകയും ആ നിർണയിച്ച കാര്യങ്ങളെല്ലാം നടന്നിരുന്നെങ്കിൽ നിങ്ങളിവിടെ കാണും. പലതും നടക്കാത്തതുകൊണ്ടല്ലേ ഇടയ്ക്കിടയ്ക്കെങ്കിലും ദൈവമേന്ന് വിളിക്കണേ. നീട്ടി വിളിക്കുമ്പോൾ ഓർത്തോണം എന്തോ നടക്കാത്തതുണ്ട്. നല്ലൊരു സ്തോത്രം പറ. പോരാ, ശക്തിയോടെ പറഞ്ഞ. പഴയതുപോലെ ആരാധനയ്ക്ക് സംബന്ധിക്കുന്നില്ലെങ്കിൽ ഓർത്തോണം, നടക്കത്തില്ലെന്ന് പിശാച് പറഞ്ഞ പലതും ദൈവം നടത്തിയിട്ടുണ്ട്. ആ മർമ്മം മനസ്സിലായില്ലല്ലേ? അമ്മേ, നിരന്തരം നിലവിളിക്കുന്നെങ്കിൽ എന്തോ നടക്കാനുണ്ട്. പഴയതുപോലെ വിളിയില്ല, ഉപവാസവും ഇല്ല, ചാട്ടവും ഇല്ല, ബഹളവും ഇല്ല. ഉപവാസം ഒന്ന് കേട്ടാൽ പോകണമെന്നുള്ള താല്പര്യമില്ല, പലപ്പോഴും പോകാറുമില്ല. പണ്ട് കണ്ടുകൊണ്ടിരുന്ന പലരും ഇപ്പൊ സ്ഥിരം കാണാറുമില്ല. അതിൻ്റെ അർത്ഥം അവരുടെ വീട്ടിൽ നടക്കത്തില്ലെന്ന് പിശാച് പറഞ്ഞതിനെല്ലാം ദൈവം നടത്തി. ഇനി പഴയതുപോലെയൊക്കെ പോണോ? പോയില്ലെങ്കിലും കാര്യങ്ങളൊക്കെ നടന്നല്ലോ. പക്ഷെ നീ ഓർക്കണം, അവിടം കൊണ്ടൊന്നും ലോകം അവസാനിക്കില്ല. കണക്ക് ചോദിക്കുന്നൊരു ദൈവമുണ്ട്. നമ്മുടെ സകല രഹസ്യങ്ങളെ എണ്ണി തിട്ടപ്പെടുത്തുന്നൊരു ദൈവമുണ്ട്. പാസ്റ്ററോട് കള്ളം പറയാം, ഇന്ന യോഗത്തിന് ഇന്ന കാരണത്താൽ വന്നില്ല എന്ന്. പക്ഷേ ആമേൻ, ദൈവത്തോട് വ്യാജം പറയാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ ഈ അപ്പോസ്തല പ്രവൃത്തി 5 വായിച്ച് ബലപ്പെടുന്നത് നല്ലതാണ്. നിങ്ങളുടെ ചിന്തയ്ക്ക് വിടുന്നു. അപ്പൊ ദൈവം പറഞ്ഞു, ഞാൻ ചിലത് നിർണയിച്ചു. എൻ്റെ മേൽ ദൈവത്തിൻ്റെ നിർണയം ഉണ്ടെന്ന് ഉറപ്പുള്ള എത്ര പേരുണ്ട്? പോരാ, ശക്തിയോടെ പറഞ്ഞേ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞാൻ പാസ്റ്ററാകാൻ വിചാരിച്ച ആളല്ല. പക്ഷെ എൻ്റെ ദൈവം അത് വിചാരിക്കുകയും ചെയ്തു, അത് നിർണയിക്കുകയും ചെയ്തു. അതുകൊണ്ട് ഇത് മാറണേന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടും ഇത് മാറാതെ തന്നെ നടപ്പിലായി. ഇവൻ പാസ്റ്റർ ആകരുതേന്ന് ആമേൻ പിശാച് വാദിച്ചിട്ടും ദൈവം ഇവനെ പാസ്റ്റർ ആക്കുക തന്നെ ചെയ്ത്. സ്തോത്രം. അത് ജോയിൻ പാസ്റ്റർ ആണെങ്കിലും ഞാനാണെങ്കിലും ഞാൻ വിശ്വസിക്കുന്നു, ഞങ്ങളൊന്ന് ഒത്തിരി ഇതാകാൻ ആഗ്രഹിച്ചവരല്ല. അതുകൊണ്ട് ഇത് ദൈവത്തിൻ്റെ നിർണയമായിരുന്നു. ഇന്ന് പകൽക്കാലം അങ്ങനെയെങ്കിലും ഞാൻ നിങ്ങൾ വിരൽ ചൂണ്ടിയൊരു ആത്മാവിലൊരു ദൂത് പറയാം. ദൈവത്തിൻ്റെ നിർണയത്തിലില്ലാത്ത ഒന്നും ഇതിനകത്ത് വന്നിട്ടില്ല. സ്തോത്രം. ദൈവത്തിൻ്റെ നിർണയമുള്ളവരാണ് ഇതിനകത്ത് വന്നിരിക്കുന്നതെങ്കിൽ ഇന്ന് പകൽ നിങ്ങളെ വന്നതുപോലെ മടക്കി അയക്കാനല്ല ദൈവം നിങ്ങളെ ഇതിനകത്ത് കൊണ്ടിരുത്തിയിരിക്കുന്നത്. അതിൻ്റെ ഇരട്ടി ചില മഹത്വകരമായ ചില വിടുതലുകൾ, മഹത്വകരമായ ചില പ്രവർത്തികൾ, ഇന്ന് വരെ കാണാത്ത ചില അത്ഭുതങ്ങൾക്ക് സാക്ഷ്യം വഹിക്കത്തക്കവണ്ണം ചില വിടുതലുകൾ ഇന്ന് വരെ സ്വർഗ്ഗം കൈമാറുകയോ. ഹുരബല ശബ്ദരാധരാധികൽഖരാധന അടകരഗജന ശബ്ദൽ ഭൗഡമന അർത്ഥന വൈഡമന ഘടകരക്ഷസിയാധര.
അപ്പൊ ദൈവം നിർണയിച്ചെന്ന്. അതിന്റെ തൊട്ട് താഴെ എന്താ വായിക്കുന്നേ? എന്റെ ദേശത്ത് വെച്ച് ഞാൻ അശൂരിനെ തകർക്കും, എന്റെ പർവ്വതങ്ങളിൽ വെച്ച് അവനെ ചവിട്ടിക്കളയും. അങ്ങനെ അവന്റെ മുഖം അവരുടെ മേൽ നിന്ന് നീങ്ങും, അവന്റെ ചുമട് അവരുടെ തോളിൽ നിന്ന് മാറിപ്പോകും. ഇത് ദൈവം നിർണയിച്ച കാര്യം. അശൂരിന്റെ വടിയെ നിങ്ങൾ ഇനി ഭയക്കേണ്ടി വരില്ല. അതിനെ കൈകാര്യം ചെയ്യാൻ ദൈവം നിർണയിച്ചു. നിനക്കെതിരെ വാളെടുക്കുന്നവനെതിരെ നീ വാളെടുക്കണ്ട. നീ വാളെടുക്കാതിരിക്കുമ്പോൾ ആമേൻ ആ വാളിനെ ഒടിക്കുന്ന ഒരുവൻ സ്വർഗം ആമേൻ ഇന്ന് പകൽ ഇതിനകത്തുണ്ട്. ഞാൻ ഇങ്ങനെ പറയാം, ആമേൻ, അത് എങ്ങനെ തകർക്കുമെന്ന് നീ ചിന്തിക്കുമ്പോൾ, നീ ചിന്തിക്കുന്നതിന് മുന്നമേ നിനക്ക് വേണ്ടി അശൂരിന്റെ വാളിനെ ഒടിക്കാൻ, തകർക്കാൻ, അതിന്റെ മേൽ നിനക്ക് ജയം തരാൻ നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ് കുഞ്ഞ്. അവിടെയൊക്കെ നിങ്ങൾ നിർത്തി ആരാധിപ്പിക്കണം എന്നെനിക്കുണ്ട്. 1, 2, 3 ചിന്തകൾ കൂടെ ആത്മാവ് എനിക്ക് നൽകിയത് പകൽ കൈമാറാനുള്ളത് കൊണ്ട് ഞാൻ ആ ഭാഗം വിട്ടുപോകുകയാണ്. സ്തോത്രം. നോക്കി, ഞാൻ അശൂരിനെ തകർക്കും, എൻ്റെ പർവ്വതത്തിൽ വെച്ചവനെ ചവിട്ടി കളയും. എൻ്റെ പർവ്വതത്തിൽ വെച്ചവനെ ഞാൻ ചവിട്ടിക്കളയും. സ്തോത്രം. പ്രാർത്ഥിക്കുന്ന നിന്റെ കൂടാരത്തിൽ ഏതെങ്കിലും ശത്രു തല ഉയർത്തി നിൽക്കുന്നോ? നീ ചെല്ലുന്നതിന് മുമ്പ് ദൂതനെ ഇറക്കി ഇന്ന് പകലവൻ ചവിട്ടാൻ പോകുക. വിശ്വസിക്കുന്നവർ മാത്രം പ്രതികരിച്ചാൽ മതി. ഞാൻ ആരാധിക്കണമെന്ന് പറയുന്നില്ല. ഈ പ്രാർത്ഥന കഴിഞ്ഞ് രോഗത്തോടെ അല്ല നീ കയറാൻ പോകുന്ന തിരിച്ചു ഭവനത്തിൽ. നിന്റെ ഭവനത്തിൽ പ്രയാസത്തോടെ അല്ല ചെന്ന് കയറാൻ പോകുന്നേ. ബാധ്യതകളോടുകൂടെ അല്ല ചെന്ന് കയറാൻ പോകുന്നേ. നിന്റെ മേൽ രോഗം വിതച്ച, നിങ്ങളുടെ മേൽ പ്രതിസന്ധി വിതച്ച, നിങ്ങളുടെ മേൽ ബാധ്യത വിതച്ച ചില ശത്രു ജയമെടുത്ത് നിന്റെ കൂടാരത്തിനകത്ത് നിൽപ്പുണ്ടെങ്കിൽ അവന്റെ തലയെ ആത്മാവ് ചവിട്ടി കൈകാര്യം ചെയ്യുന്ന ഒരു വിടുതലിന്റെ പകലത്രേ. ഓ ജീസസ്, come on, come on, come on, come on. നിങ്ങൾക്ക് പരിഹരിക്കാൻ കഴിയാത്ത ചിലത് പരിശുദ്ധാത്മാവ് പരിഹരിക്കാൻ കഴിയോ? ചില ദൈവപ്രവർത്തികൾ നടക്കട്ടെ, ചില വിടുതലുകൾ നടക്കട്ടെ, ചില അത്ഭുതങ്ങൾ നടക്കട്ടെ, ചില പൈശാചിക ബന്ധനങ്ങൾ ഇന്ന് മകൻ അഴിയട്ടെ, ചില സാത്താന്റെ കുടിയിരിപ്പുകൾ ആത്മാവ് അഴിച്ചു മാറ്റട്ടെ, ചില രോഗികൾ ഇന്ന് പകൽ സൗഖ്യം പ്രാപിക്കട്ടെ. നന്ദി യേശുവേ. നന്ദി കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ ചിലതല്ല സകലത്തെയും. ചിലത് പ്രാർത്ഥിച്ചിട്ട് പറയണ എനിക്ക് ചിരി വരും. ചില ഭാസമാരും പറയും അത് ഇച്ചിരി കട്ടിയായ വിഷയ. എന്നാ പിന്നെ നീ എന്തിനാ ഏറ്റെടുത്തേ? അങ്ങ് വിട്ടേക്ക്. നീ ഏറ്റെടുത്താൽ ഏറ്റെടുക്കുന്നതിൻ്റെ ഉറപ്പ് തന്നെ എന്താണ്? എത്ര കട്ടിയുള്ളതിനെയും, അല്ലേ, ഹിമം പോലെ, പഞ്ഞി പോലെ
അല്ലേ? രക്താംബരം പോലെ ചുവപ്പുള്ളതിനെയും ഹിമം പോലെ പഞ്ഞി പോലെ വെളുപ്പിക്കാൻ കഴിയുന്ന ഒരു ദൈവത്തെ വിശ്വസിച്ചുകൊണ്ടല്ലേ ഏറ്റെടുക്കുന്നേ? അപ്പൊ ഏത് കട്ടിയാ ഇവിടെ? ഏത് കട്ടിയാ? അത് ഏത് വിധത്തിലുള്ളതാണെങ്കിലും ദൈവം കൈകാര്യം ചെയ്യാൻ പദ്ധതി വച്ചിട്ടുണ്ടെങ്കിൽ, അതിന്റെ തലയ്ക്ക് മീതെ ചവിട്ടാൻ ദൈവം നിന്നെ നിയോഗിച്ചിട്ടുണ്ടെങ്കിൽ, അത് നിന്നെ കൊണ്ട് ഉയരാൻ അനുവദിക്കത്തില്ല. In the name of Jesus, in the name of Jesus, Ribalabaraba Shamtharagadagasi, Arthal Paudavanagadaga Charadara. Amen. Amen. പിന്നെ ഏതെങ്കിലും ഒക്കെ ചിലത് ചവിട്ടുമ്പോൾ അത് നിന്നെയും കൊണ്ട് മേപ്പോട്ട് പൊങ്ങുന്നെങ്കിൽ അത് നിയോഗമില്ലാത്തതുകൊണ്ടാ. പക്ഷെ നിയോഗത്തോടെ അങ്ങോട്ട് കയറി ചെല്ലുന്നതിൻ്റെ ഭവനത്തിൽ ഈ വെള്ളിയാഴ്ച പകലെ ഇവിടുന്ന് ഒരു ആത്മശക്തിയോടും നിയോഗത്തോടും ദൈവകൃപയോടും വീട്ടിൽ ചെന്ന് കാല് വെച്ചിട്ട് പറ, എന്നെ ഇന്ന് വരെ ഒതുക്കിയ, എന്നെ എൻ്റെ സാമ്പത്തിക മണ്ഡലത്തെ തകർത്ത, എൻ്റെ ആരോഗ്യത്തെ ക്ഷയിപ്പിച്ച, എൻ്റെ തലമുറയോട് മേൽ രോഗത്തെ വിതച്ച, എൻ്റെ മേൽ പ്രതിസന്ധി അഴിച്ചുവിട്ട ദുഷ്ടപിശാചേ, ഇന്ന് പകൽ നിയോഗത്തോടെ ആത്മശക്തിയോടെ ഞാൻ നിന്റെ മേൽ ചവിട്ടുകയാ എന്ന് നീ പറഞ്ഞു നോക്ക്. അത് നിന്നെ കൊണ്ട് ഉയരാൻ എൻ്റെ ദൈവം സമ്മതിക്കത്തില്ല. അവൻ നിലവിളിച്ച് ഞാൻ പൊയ്ക്കൊള്ളാവേ എന്ന് നിലവിളിച്ച് ഇന്ന് പകലിൽ ശത്രു തലകുനിച്ചു പോകുന്ന ഒരു വിടുതലിന്റെ പകലാണെന്ന്. In the name of Jesus. Gurabala Shamdara Dival Karadana Gadagaragas. Namni Yeshua. ദൈവം ഒരുത്തനെ ചവിട്ടാൻ നിർണയിച്ചാൽ ചവിട്ടിയിരിക്കും. ദൈവം ഒരുത്തനെ തകർക്കാൻ നിർണയിച്ചാൽ തകർത്തിരിക്കും. അവനെ പ്രാർത്ഥിച്ച് നേരെയാക്കാൻ നിങ്ങൾ ആരും പോണ്ട. ആത്മമണ്ഡലത്തിലും അത് സംഭവിക്കും, ചിലരിൽ, എല്ലാവരിലും അല്ല. ഞാൻ അഭാവം വിടുകയാ. അടുത്ത് നോക്കിയേ. അങ്ങനെ അവന്റെ നുകം അവരുടെ മേൽ നിന്ന് നീങ്ങും. അപ്പൊ ഇപ്പൊ അശൂര് ഏതാണ്ടൊക്കെ ചില നുകം നിങ്ങളുടെ മേൽ വെച്ചിട്ടുണ്ട്. അമ്മേ, ഈ നുകം കൊണ്ട് തല നിവർന്ന് നടക്കാൻ പറ്റുന്നില്ല. ഈ നുകം കൊണ്ട് നട്ടല് നിവർത്തി നടക്കാൻ പറ്റുന്നില്ല. പിശാച് വച്ചിരിക്കുന്ന ചില നുകം നിമിത്തം നമ്മൾ പലരുടെയും മുന്നിൽ കണ്ടാലും കാണാത്തവരെ പോലെ നമ്മൾ തലകുനിച്ചു പോകുമല്ലേ? കാരണം ഏതൊക്കെയോ ചില വിഷയങ്ങളിൽ പിശാച് വെച്ച നുകം നിമിത്തം അപമാനിക്കപ്പെട്ടവരായി, നിന്ദിക്കപ്പെട്ടവരായി, പരിഹാസ വിഷയമായി, അത് തലമുറകളുടെ ബന്ധത്തിലായിരിക്കാം, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തോടുള്ള ബന്ധത്തിലായിരിക്കാം, ഏതൊക്കെയോ നിലകളിൽ അപമാനിക്കപ്പെട്ട വിഷയവുമായി ഇതിനകത്ത് നിറകണ്ണുകളോടുകൂടെ ഇരിക്കുന്നവർ ഇതിനകത്തുണ്ടെങ്കിൽ മറ്റാരുടെയും മുഖത്തോട് ചങ്കൂറ്റത്തോടെ മുഖത്ത് നോക്കി ഒരു നല്ല പ്രൈസ് ദി ലോർഡ് പോലും പറയാൻ കഴിയാതെ ഏതെങ്കിലും ശത്രു വച്ച നുകം നിമിത്തം അവൻ ഏതെങ്കിലുമൊക്കെ വിഷയത്തിന്റെ നടുവിൽ അപമാനം ഏന്തി നടക്കുന്നവർ ഇതിനകത്തുണ്ടെങ്കിൽ ആത്മാവിനെ പ്രവചിച്ചു പറയാ, ഈ ഉപവാസ പ്രാർത്ഥന അവൻ നിന്റെ മേൽ നുകം ഇരിക്കുന്ന ഉപവാസമല്ല, പിശാച് വെച്ച നുകത്തെ ആത്മാവ് എടുത്തു മാറ്റുന്ന
അത് സംഭവിക്കട്ടെ. അത് സംഭവിക്കുകയാണ്, അത് സംഭവിക്കുകയാണ്, അത് സംഭവിക്കുകയാണ്. അത് ക്യാൻസർ ആകാം, അത് ബ്ലഡ് പ്രഷർ ആകാം, അത് ട്യൂമർ ആകാം, അത് മറ്റ് പ്രശ്നങ്ങളാകാം. അത് മാറട്ടെ, അത് മാറട്ടെ. അത് നിന്റെ തോളിൽ നിന്ന് മാറട്ടെ, അത് നിന്റെ തോളിൽ നിന്ന് മാറട്ടെ, അതിന്റെ ചുമലിൽ നിന്ന് ഇന്ന് മകൾ പരിശുദ്ധാത്മാവ് അത് മാറ്റിവിടുകയോ. നന്ദി യേശുവേ, നന്ദി യേശുവേ. വചനത്തിന്റെ ശക്തി ഇതിനകത്ത് വ്യാപരിക്കട്ടെ. വിടുതലിന്റെ സാന്നിധ്യം. ഒരുത്ത 38 ആണ്ടുകൊണ്ട് കിടക്കുക. അവനാഗ്രഹമുണ്ട്, എനിക്ക് ആദ്യം പോയി ചാടി വിടുതൽ പ്രാപിക്കണം. പക്ഷെ പോകാനുള്ള ബലമില്ല, സഹായിക്കാൻ ആരും ഇല്ല. ചിലർ വീണാൽ അങ്ങനെ തിരിഞ്ഞു നോക്കാൻ ഒരെണ്ണം കാണത്തില്ല. പ്രാർത്ഥിക്കാമേ? ആ പ്രാർത്ഥന തന്നെ. ഞാനുണ്ട്, നീ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, വിളിച്ചാ മതി. 50 വട്ടം തുടരെ വിളിച്ചാലും ഫോൺ എടുക്കുകയില്ല. നീ വിഷമിക്കണ്ട, നമ്മളുണ്ടെന്നേ. നിന്നെ കണ്ട അടുത്ത ബിൽഡിങ്ങിന്റെ മറവിലൂടെ ഒളിഞ്ഞു പോകും. ആരും സഹായമിൽ എല്ലാവരും ആരിൽ കണ്ടും ആ കരങ്ങളൊന്ന് ഉയർത്തി. ആരും എന്നാലെനിക്കൊരു സഹായകൻ വാനിലുണ്ട്. എന്നാലെനിക്കൊരു സഹായകൻ. അത് സത്യമാണ്, ആരുമില്ല. പക്ഷെ ഒരാളുണ്ട്. 38 ആണ്ട് കിടക്കുന്നവന് വേണ്ടി ഒരുവനുണ്ട്. 12 വർഷം കൊണ്ട് രക്തസ്രാവം അനുഭവിക്കുന്നവൾക്ക് സൗഖ്യം കൊടുക്കാൻ ഒരുത്തനുണ്ട്. കാരാഗ്രഹത്തിൽ പെട്ടുപോയ പത്രോസിനെ വിടുവിക്കാൻ ഒരുവനുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചെങ്കടലിന്റെ മുൻപിൽ സാധ്യതകൾ മങ്ങി നിൽക്കുന്ന ജനത്തിന് വഴി തുറക്കാൻ ആരുമില്ല, പക്ഷേ ദൈവമുണ്ടെന്ന്. ഇന്ന് മകൻ ആ വിശ്വാസം എത്ര പേർ ഇതിനകത്തുണ്ട്? എനിക്ക് മനുഷ്യരാരും വേണ്ട, എനിക്കെന്റെ ദൈവം മതി, എനിക്കെന്റെ ദൈവം മതി. ഓ ജീസസ്. റിബലോബ റിബലോബ ശബലോബ ജൂഡല രക്ഷലരം ധന അസ്തുന രക്ഷാ രഗദ ധിവന റിബല രഗന ശഗരഗദ രഗസ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ
the name of Jesus. നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. Praise God. Praise the Lord. 38 ആണ്ട് കഴിഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, ഇന്ന് പകൽ ഇതിനകത്തിരിക്കുന്ന ആരോടൊക്കെയുള്ള ഒരു ദൈവശബ്ദമാണ്. ദൈവം പറഞ്ഞു, കർത്താവ് പറഞ്ഞു, എല്ലാവരും കുളം കലക്കിയല്ലേ വിടുതൽ കണ്ടേ? ദൂതൻ വന്ന് കുളം കലക്കിയതിന് ശേഷമല്ല എല്ലാവരും വിടുതൽ പ്രാപിച്ചവരല്ല. ഈ 38 ആണ്ട് കൊണ്ട് നീ ഉടക്കിറങ്ങല്ലേ. പക്ഷെ നിന്റെ വിടുതൽ കുളം കലക്കാതെ, ആമേൻ, ഒരു വെള്ളത്തേലും ഇറങ്ങാതെ, കരയിൽ വെച്ച് കെട്ടപ്പെട്ട നിനക്ക് കരയിൽ വെച്ച് തന്നെ വിടുതല. ഈ 38 ആണ്ട് നീ എവിടെ കടന്ന് നിന്ദിക്കപ്പെട്ടോ, എവിടെ കടന്ന് അപമാനിക്കപ്പെട്ടോ, അതിൻ്റെ അപ്പുറത്തേക്ക് 4 പേർ തൂക്കിക്കൊണ്ട് പോയിട്ട് അടൂര് കൊണ്ടിട്ടല്ല തിരുവനന്തപുരത്ത് രോഗിയായ നിനക്ക് വിടുതൽ തിരുവനന്തപുരത്ത് വച്ച് നിനക്ക് വിടുതൽ തരും. മനസ്സിലായില്ല? പ്രൈസ് ദ ലോർഡ്. എറണാകുളത്ത് കൊണ്ടുപോയിട്ടല്ല ഇവിടുത്തെ രോഗിക്ക് സൗഖ്യം, ഇവിടെ വച്ച് നിനക്ക് സൗഖ്യം തരും. ഇവിടെ വച്ചാണോ പിശാച് നിന്നെ കെട്ടിയത്? ഇവിടെ വച്ചാണോ അവൻ നിന്റെ മേൽ നുകമിട്ടത്? ഇവിടെ വച്ചാണോ നിന്റെ വഴി അടച്ചത്? അവിടെ നിൽക്കുമ്പോ തന്നെ അടച്ചവർ കാണുക, പകച്ചവർ കാണുക, നിന്ദിച്ചവർ കാണുക, അപമാനിച്ചവർ കാണുക. നന്ദി യേശുവേ. വിടുതൽ ഏറ്റെടുത്താകട്ടെ, ഒരു ദൈവപ്രവൃത്തി ഏറ്റെടുത്താകട്ടെ, ഒരു അത്ഭുതം ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ജീവിതത്തിൽ യേശുവിൻ്റെ നാമത്തിൽ സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ സംഭവിക്കട്ടെ. ഒരു അസാധാരണമായ വിടുതൽ കണ്ണുകൊണ്ട് കണ്ടിട്ടുള്ളതല്ല, ചെവി കൊണ്ട് കേട്ടിട്ടുള്ളതല്ല, ഹൃദയത്തിൽ തോന്നിയിട്ടുള്ളതല്ല, ആരും ചിന്തിക്കാത്ത, ആരും കാണാത്ത, ആർക്കും അറിയാമേലാത്ത ഒരു അത്ഭുതത്തിന്റെ വിടുതൽ, ഒരു മഹത്വകരമായ വിടുതൽ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ. In the name of Jesus. Oh Jesus. 1-2 കാര്യങ്ങൾ കൂടെ ഓർപ്പിച്ച് ഈ പകൽ ഞാൻ പ്രാർത്ഥിക്കാൻ താല്പര്യപ്പെടുന്നു. അപ്പം അങ്ങനെ നുകം അവരുടെ മേൽ നിന്ന് നീങ്ങും. അപ്പം നിങ്ങളുടെ മേലുള്ള നുകം, പിശാച് വെച്ച നുകം നീക്കാൻ ദൈവം നിർണയിച്ചു കഴിഞ്ഞു. ഇനി ഇത് മാറാതിരിക്കാൻ ഞാൻ വച്ചത് മാറരുതെന്ന് പറഞ്ഞ് അതിൻ്റെ മീതെ ഒരു പണി കൂടെ വച്ചാലും ദൈവം മാറ്റാൻ നിശ്ചയിച്ചതിന് ദൈവം മാറ്റും. ദൈവം ഒന്നിനെ ഉണക്കി കളയാൻ തീരുമാനിച്ചാൽ അതിനെ ദൈവം ഉണക്കിയിരിക്കും. ഇല്ല, അത്തി തളർക്കണമെന്ന് ദൈവം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ആ അത്തി തളർക്കും. അത് അസ്ഥിയോട് ശേഷിക്കാതെ അവൻ ചിതറിക്കടന്നാലും അതൊരു സൈന്യമായി എഴുന്നേറ്റ് വരണമെന്ന്, ഇനിയും അതിനൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ടെന്ന്, ഇനിയും അതിന് അവൻ ജീവൻ പ്രാപിച്ച് പുറത്തു വരണമെന്ന്, അങ്ങനെ വരുത്തണമെന്ന് ദൈവം നിർണയിച്ചിട്ടുണ്ടെങ്കിൽ ഏതറ്റം വരെ പോയതിനെയും പ്രതീക്ഷയില്ലെന്ന് പറഞ്ഞ് ആമേൻ മോർച്ചറി കയറ്റം കണക്കാക്കി മാറ്റിയിടുന്നതിനെയും ജീവിപ്പിച്ചുകൊണ്ട് വരാൻ ദൈവം നിർണയിച്ചിട്ടുണ്ടെങ്കിൽ ആ പാട്ടല്ലേ, യേശു നല്ലവൻ, അവൻ വല്ലവൻ,
അവൻ്റെയോ എന്നും. ആ പാട്ടങ്ങനെ വന്ന പാട്ടാ. ആമേൻ, ആമേൻ, ആമേൻ. നമ്മൾ വേറെ ചിലത് പാടില്ലേ, ചേറ്റിലല്ലയോ കിടന്നതോർത്തു നോക്കിയാൽ നാറ്റമല്ലയോ ഭവിച്ചത്. അതൊക്കെ നമ്മൾ മറന്നേ. ഇതൊക്കെ ആര് പാടാനിപ്പോ? ചേറ്റിലല്ലയോ ഓർത്ത് നാറ്റമല്ലയോ. ഇപ്പൊ ചേറ്റി കിടക്കുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ, വിടുതൽ പ്രാപിച്ചവർ ഇവിടെ ഇരിപ്പുണ്ട്, അവരോട് ചോദിക്കേ ആ ചെയർ അങ്ങനെ മാറിയെന്ന്. അത് മാറി ഒത്തിരി പേർ ഇതിനകത്തുണ്ട്. ഇനി മാറണമെന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ അതിൽ നിന്ന് മാറ്റം വരുത്താനാണ് ഈ മീറ്റിംഗ്. അതിൽ നിന്ന് മാറ്റം വരുത്താനാണ് ഈ പ്രാർത്ഥന. അതിനകത്തുനിന്ന് പുറത്തു കൊണ്ടുവരാനാണ് ഈ ഫാസ്റ്റിംഗ്. പിശാച് വെച്ച മുഴുവൻ നുകവും ദൈവം അഴിച്ചിരിക്കും. പിന്നെന്താ വായിക്കുന്നേ? അവന്റെ ചുമട് അവരുടെ തോളിൽ നിന്ന് മാറിപ്പോകും. സർവഭൂമിയെ കുറിച്ച് നിർണയിച്ചിരിക്കുന്ന നിർണയം ഇതാകുന്നു. സകല ജാതികളുടെയും മേൽ നീട്ടിയിരിക്കുന്ന കൈ ഇത് തന്നെ. സൈന്യങ്ങളുടെ യഹോവ നിർണയിച്ചിരിക്കുന്നു. സൈന്യങ്ങളുടെ യഹോവ നിർണയിച്ചിരിക്കുന്നു, അത് ദുർബലമാക്കുന്നവനാർ. സൈന്യങ്ങളുടെ യഹോവ നിർണയിച്ചിരിക്കുന്നു. അപ്പൊ നിർണയം ദൈവം നടപ്പിലാക്കുക. അടുത്ത ദൈവം ഒരു ചോദ്യം, ഇതിനെ ദുർബലമാക്കാൻ അല്ലേ? ഇനി എതിർ പ്രാർത്ഥന നടത്തിയാലും ദൈവം മടക്കത്തില്ല. ഇനി അതിനെതിരെ ഒരു മന്ത്രവാദി മന്ത്രം ചെയ്താലും നീട്ടിയ കൈ നീട്ടിയത് തന്നെ. നിങ്ങളെ ബ്ലസ് ചെയ്യാൻ ദൈവം നീട്ടിയതാ. നിങ്ങൾക്ക് വിടുതൽ തരാൻ ദൈവം നീട്ടിയതാ. രോഗസൗഖ്യം തരാൻ നീട്ടിയതാ. നിങ്ങളുടെ കൊച്ചുമക്കളെ അനുഗ്രഹിക്കാൻ നീട്ടിയതാ. നിങ്ങളുടെ വിധിയെ തിരുത്തി എഴുതാൻ ദൈവം നീട്ടിയതാ. ചില മേലെഴുത്തുകളെ മായ്ക്കാൻ ഈ കൈ നീട്ടിയതാ. ഇനി അതിനെ മടക്കാൻ അതുകൊണ്ടാണ് സദൃശവാക്യം പറയുന്നത്, മനുഷ്യന്റെ ഹൃദയത്തിൽ പല വിചാരങ്ങളുമുണ്ട്, യഹോവയുടെ ആലോചനയോ നിവർത്തിയാകും. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടയ്ക്കാം, എല്ലാ തലകളും ദൈവസന്നിധിയിൽ വണക്കാം. 1-2 മിനിറ്റുകൾ ആത്മാവിൽ സ്തോത്രം പറഞ്ഞാട്ടെ. ചേറ്റിലല്ലയോ കിടന്ന് ഓർത്തു നോക്കിയാൽ നാറ്റമല്ലയോ ഭവിച്ചത്. ചേർന്ന് പാടിയേ. ഓ ചേറ്റിലല്ലയോ കിടന്ന് ജീവിതോ മാറ്റിയല്ലോ എൻ കൃപയാ മാറ്റിയല്ലോ എൻ ഗുണപരവന ശംധനരാൻ കൃപയാ വാഴ്ത്തി സ്തുതിക്കും ഈശനെ വാഴ്ത്തി സ്തുതിക്കുമെന്നും ലോർത്ത ഈശനെ വർണ്ണിച്ചിടാൻ എനിക്കെന്റെ നാവ് പോരായേ. എന്നെ തീർത്തിടാമവൻ ചെയ്തത് വർണ്ണിച്ചിടാൻ എനിക്കെന്റെ നാവ് പോരായേ. വിശ്വാസത്തോടെ പാടി ആരാധിച്ചേ. ഓ ആയിരമാ ആനന്ദഹസ്തങ്ങളെ ഉയർത്തി ആയിരമാ ഉയർത്തി വാഴ്ത്തി സ്തുതിക്കുമെന്നും ഞാൻ എൻ്റെ ചേർന്ന് പാടാം. വാഴ്ത്തി സ്തുതിക്കുമെന്നും ഞാൻ എൻ്റെ പാപശാപ രോഗമായ എന്റെ ഭീതിയാ
നാശകർത്തത്തിൽ പതിക്കും നേരത്തിൽ പാപശാപ രോഗമായി എന്റെ ഭീതിയാ നാശകർത്തത്തിൽ പതിക്കും നേരത്തിൽ ഓ സ്നേഹസ്തോ നീട്ടി എന്നെ തിരുരാജ്യത്തിലാക്കിയല്ലോ ഓ നന്ദി യേശുവേ എന്നെ നിൻ തിരുരാജ്യത്തിലാക്കിയല്ലോ വാഴ്ത്തി സ്തുതിക്കുമെന്നും ഞാൻ എൻ്റെ താഴ്ചയിലോർത്തീശനെ വാഴ്ത്തി സ്തുതിക്കുമെന്നും ഞാൻ എൻ്റെ താഴ്ചയിലോർത്തീശനെ ഓ ചേറ്റിലല്ലയോ കിടന്നോർത്തു നോക്കിയാ നാറ്റമല്ലയോ ഭവിച്ചതൻ ജീവിതോ ചേറ്റിലല്ലയോ കിടന്നോർത്തു നോക്കിയാ നാറ്റമല്ലയോ ഭവിച്ചതൻ ജീവിതം മാറ്റിയല്ലോ ജീവിതത്തെ മാറ്റമില്ലാത്ത നിന്റെ കൃപയാ മാറ്റിയല്ലോ എൻ ജീവിതത്തെ മാറ്റമില്ലാത്ത നിന്റെ കൃപയാ ചേറ്റിലല്ലയോ കിടന്നോർത്തു നോക്കിയാ നാറ്റമല്ലയോൻ ജീവിതം ഓ ചേറ്റിലല്ലയോ കിടന്നോർത്തു നോക്കിയാ നാറ്റമല്ലയോ ഭവിച്ചതൻ ജീവിതം മാറ്റിയല്ലോ എൻ ജീവിതത്തെ മാറ്റമില്ലാത്ത നിന്റെ കൃപയാ മാറ്റിയല്ലോ എൻ ജീവിതത്തെ മാറ്റമില്ലാത്ത നിന്റെ കൃപയാ ഓ മാറ്റിയല്ലോ എൻ ജീവിതത്തെ മാറ്റമില്ലാത്ത നിന്റെ കൃപ മാറ്റിയല്ലോ എൻ ചില മാറ്റങ്ങൾ ഇന്ന് മകൾ സംഭവിക്കട്ടെ ചില വിടുതലുകൾ ഇന്ന് മകൾ സംഭവിക്കട്ടെ ചില അത്ഭുതങ്ങൾ ഇതിനകത്ത് സംഭവിക്കട്ടെ മാറാതെ പർവ്വതത്തിന് സമമായി നിൽക്കുന്ന ചില പ്രതിസന്ധികൾ ആർത്തിരമ്പുന്ന ചില ചെങ്കടലിന്റെ അനുഭവങ്ങൾ കത്തി ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ചില തീച്ചൂളയുടെ വെല്ലുവിളികൾ ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ അത് തകരുകയോ ആത്മാവിലെ കരങ്ങളെ തട്ടി അന്യഭാഷകളിൽ ദൈവത്തിന്റെ പദ്ധതി നടപ്പിലാകട്ടെ ദൈവത്തിന്റെ ഹിതം നടപ്പിലാകട്ടെ പിശാചിന്റെ ആലോചനകളെ അവൻ അബദ്ധമാക്കി കളയുന്ന ദൈവത്തിന്റെ ശക്തി യേശുവിന്റെ നാമത്തിന് ഒരൊറ്റ വാക്കിനെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടയട്ടെ. ഒരു വാക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു. ദൈവത്തിൻ്റെ പദ്ധതി, ദൈവത്തിൻ്റെ ആലോചന, ദൈവത്തിൻ്റെ തിരുഹിതം, നിങ്ങളെക്കുറിച്ചുള്ള ദൈവ ഇഷ്ടം നിങ്ങളുടെ മേലും നിങ്ങളുടെ കുടുംബത്തിൻ്റെ മേലും നിങ്ങളുടെ തലമുറകളുടെ മേലും നിങ്ങളുടെ ബിസിനസ്സിൻ്റെ മേലും നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൻ്റെ മേലും നിങ്ങളുടെ ഉപജീവനങ്ങളുടെ മേലും തലമുറകളുടെ ഭാവി വിഷയത്തിന്മേലും വിദ്യാഭ്യാസത്തിന്മേലും അഭിഷക്തന്മാരുടെ ശുശ്രൂഷമേലും ദൈവത്തിൻ്റെ തിരുഹിതം നടക്കേണ്ടതിന് പകരം അത് നടക്കാതിരിക്കാൻ ശത്രു കൂടി ആലോചിച്ച ചില ആലോചനകളെ, ചില കൈയെഴുത്തുകളെ, ചില രേഖകളെ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് അഴിക്കുന്ന പകലാണ്. കർത്താവ്, ഇന്ന് അവിടുത്തെ മഹത്വം ഇവരുടെ കുടുംബങ്ങളിൽ വെളിപ്പെടട്ടെ. ഇവരുടെ നന്മകൾക്കും ഇവരുടെ വാഗ്ദത്തങ്ങൾക്കും ഇവരുടെ വിടുതലുകൾക്കും
അഭിഷക്തന്മാരുടെ ശുശ്രൂഷകൾക്കും അവരുടെ ശാരീരിക ബലത്തിനും വിരോധമായി, ശുശ്രൂഷകൾക്ക് വിരോധമായി, വെളിപ്പാടുള്ള ദൈവജനത്തിൻ്റെ വെളിപ്പാടിന് വിരോധമായി, പ്രാർത്ഥിക്കുന്ന ദൈവജനത്തിൻ്റെ പ്രാർത്ഥനയ്ക്ക് വിരോധമായി, വാഗ്ദത്തമുള്ള കുടുംബങ്ങളുടെ മേലുള്ള വാഗ്ദത്തങ്ങൾക്ക് വിരോധമായി ശത്രു ചെയ്തു വച്ചിരിക്കുന്ന ചില ആഭിചാരത്തിൻ്റെ മണ്ഡലങ്ങളെ, ചില മേലെഴുത്തുകളെ, പിശാചിന്റെ ചില ആലോചനകളെ, ശത്രുവിന്റെ ചില പദ്ധതികളെ ഇന്ന് പകൽ സ്വർഗത്തിലും ഭൂമിക്കും നാഥനായ യേശുവിന്റെ നാമത്തിൽ അധികാരത്തോടെ ഞാൻ കൽപ്പിക്കുകയാണ്. ഇവരുടെ കുടുംബങ്ങൾക്കകത്ത് നിന്ന്, തലമുറകളുടെ മേൽ നിന്ന് ഇവരുടെ നന്മകളെ വിട്ട്, ഇവരുടെ വ്യക്തിപരമായ പ്രാർത്ഥന ജീവിതം വിട്ട്, ഇവരുടെ കുടുംബങ്ങളെ വിട്ട് ആത്മാവിലെ കരങ്ങളെ തട്ടി അന്യഭാഷകളിൽ ദൈവത്തെ ആരാധിക്കാം. യേശുവിന്റെ നാമത്തിൽ ജയം, യേശുവിന്റെ നാമത്തിൽ ജയം. ഈ പകൽ കുടുംബങ്ങളുടെ മേൽ, തലമുറകളുടെ മേൽ, വ്യക്തിപരമായ ജീവിതങ്ങളുടെ മേൽ ഈ പകൽ ചില വിടുതലുകൾ ദൈവാത്മാവ് കൈമാറട്ടെ. യേശുവിന്റെ നാമത്തിൽ ജയം. ഹല്ലേലൂയ. ഇന്ന് പകൽ കേൾക്കപ്പെട്ട വചനത്തിന് മുമ്പിൽ നമ്മെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കാം. ഹല്ലേലൂയ. നമ്മുടെ ഹിതമല്ല, ദൈവത്തിൻ്റെ ഹിതം. കർത്താവേ, അങ്ങയുടെ ഇഷ്ടം മാത്രം, അങ്ങയുടെ ഹിതം മാത്രം, അങ്ങയുടെ പദ്ധതികൾ മാത്രം എൻ്റെ മേൽ, കുടുംബങ്ങളുടെ മേൽ നിറവേറണമേ എന്ന് ഹൃദ്യമായി നമുക്ക് പ്രാർത്ഥിക്കാമോ? ഒരു കാര്യം നാം തിരിച്ചറിയണം. അവൻ്റെ ഹിതം അവൻ നിർണയിച്ചതിനെ ദുർബലമാക്കാൻ ആർക്കും കഴിയുകയില്ല. അവൻ കൈനീട്ടിയാൽ അതിനെ മടക്കാൻ ആർക്കും കഴിയുകയില്ല. ഇന്ന് പകൽ അങ്ങനെയെങ്കിൽ ദുഷ്ടന്റെ പദ്ധതികളെ കണ്ട് ഭയപ്പെടാനല്ല ദൈവം നമ്മെ വിളിച്ചത്. നമ്മെ അത്ഭുതകരമായി നടത്തുന്ന, അത്ഭുതകരമായി വിടുവിപ്പാൻ കഴിവുള്ള ഒരു ദൈവത്തെയാണ് ഞാൻ നിങ്ങൾ ആരാധിക്കുന്നത്. അതുകൊണ്ട് ആ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നമുക്ക് നോക്കാം. നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം. നമ്മളെല്ലാവരും ദൈവസന്നിധിയിൽ ആത്മാർത്ഥമായി കണ്ണുകൾ ദൈവസന്നിധിയിൽ അടച്ച് പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുമ്പോൾ കർത്താവിന്റെ ദാസൻ ഫെർഡിനൻഡ് തോമസ് അവர்கள் മുമ്പോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച് ഈ പകൽ സെഷൻ ഇവിടെ അവസാനിപ്പിക്കും. ദൈവം നമ്മെ സഹായിക്കട്ടെ. കണ്ണുകളെ അടയ്ക്കാം, ദൈവത്തോട് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനും നിത്യനും നീതിമാനുമായ സ്വർഗീയ നല്ല പിതാവേ, മനോഹര സമയത്തിനായി നന്ദിയോടെ ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു. ഉപവാസപ്രാർത്ഥനയുടെ ഒന്നാമത്തെ പൽക്കാലം സഭയായി ഞങ്ങൾക്ക് തിരുസന്നിധിയിലായിരിക്കുവാനോടൊന്നൊരുക്കി തന്ന സാക്ഷ്യത്തിനായി നന്ദിയോടെ ഞങ്ങളങ്ങേ വാഴ്ത്തുകയാണ്. വിവിധ ആവശ്യങ്ങളുടെ മധ്യേ വാസ്തവോടായിരിക്കുന്ന അവിടുത്തെ മക്കളോട് ഹൃദ്യമായി സംസാരിച്ച ദൈവശബ്ദത്തിനായി സ്തോത്രം. മനുഷ്യൻ്റെ ഹൃദയത്തിൽ പല വിചാരങ്ങളുമുണ്ട്, കോവിഡാലോചനയോ നിവൃത്തിയാകുമെന്നുള്ള അവിടുത്തെ വചനം കർത്താവേ സ്തോത്രം. എന്ന പൽക്കാലം നിലയിലെ അവിടുത്തെ വിശുദ്ധ ദാസനിലൂടെ ഇവിടെ നിന്ന് കേൾപ്പിച്ച ശബ്ദത്തിന് മുമ്പാകെ ഞങ്ങളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുകയാണ്. ഞങ്ങളുടെ ഹിതമല്ല, ദൈവഹിതം തന്നെ ഞങ്ങളുടെ വിഷയങ്ങളുടെ മേൽ ഹല്ലേലൂയ നിവൃത്തിയാകുവാൻ ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഞങ്ങൾക്ക് വേണ്ടി നിർണയിച്ചിരിക്കുന്ന അവിടുത്തെ കാര്യം കർത്താവേ സ്തോത്രം. അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി നീട്ടിയിരിക്കുന്ന കരമാർക്കും മടക്കുവാൻ കഴിയുകയില്ല. സ്തോത്രം. ഞങ്ങളെ വിശ്വസിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ ഹല്ലേലൂയ. ഭാരത്തോടായിരുന്ന വിഷയങ്ങളുടെ മേൽ ഹല്ലേലൂയ ഇന്ന് പൽക്കാലം അവിടെ നയിച്ച വിടുതലുകൾക്കായി സ്തോത്രം. അത് ഏറ്റെടുത്ത് വരും ദിവസങ്ങളിൽ ഹല്ലേലൂയ സന്തോഷിക്കുവാൻ ദൈവം ഇടയാക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. വിവിധ ഭാരങ്ങളോടായിരുന്ന ദൈവജനത്തോട് ഹൃദ്യമായി ഹല്ലേലൂയ അവിടുത്തെ ആലോചന വചനത്തിലൂടെ അവിടെ നിന്ന് അറിയിച്ചതിനായി സ്തോത്രം. ഹല്ലേലൂയ. ദാസനെ ശക്തിയോട് കരങ്ങളിലെടുത്തല്ലോ, രാത്രി ദർശനിലും കരങ്ങളിലെടുത്ത് ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കും. ഇവിടുത്തെ അഭിഷിക്തന്മാരെ രണ്ടുപേരെയും കുടുംബങ്ങളായി താഴ്ത്തി ഏൽപ്പിക്കുകയാണ്. സഭയ്ക്ക് നയിപ്പാൻ ആവശ്യമായ ദൈവകൃപ ഇവിടുന്ന് പകരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വൈകുന്നേരം ഹല്ലേലൂയ അനേകർ കടന്നു വരുവാൻ ദൈവം ഇടയാക്കണമേ. സഭയ്ക്ക് വലിയ വിടുതലും ആശ്വാസമാക്കി അവിടുന്ന് മാറ്റണമേ. കരങ്ങളിലേക്ക് എല്ലാ വിഷയങ്ങളെയും താഴ്ത്തി ഏൽപ്പിക്കുന്നു.
പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. പുത്രന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേട്ടുപിടിക്കണം സ്വർഗീയ പിതാവേ. ആമേൻ. കരമുയർത്തി കർത്താവിന് മഹത്വം കരേറ്റാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് നമ്മെ എല്ലാവരും തന്നെ അനുഗ്രഹിക്കട്ടെ. വൈകിട്ട് കൃത്യം 7 മണിക്ക് തന്നെ പ്രാർത്ഥിച്ച് മീറ്റിംഗ് ആരംഭിക്കും. കർത്താവിൻ്റെ ദാസൻ നമ്മുടെ മധ്യേ രാത്രിയിൽ ദൈവജന ശുശ്രൂഷിപ്പാനുണ്ടായിരിക്കും. പ്രാർത്ഥനയോടെ കടന്നു പോകാം. ദൈവം നമ്മെ എല്ലാവരെയും ധന്യമായി അനുഗ്രഹിക്കുമാറാകട്ടെ.